सुप्रजा रामपूर्वा सन्ध्या प्रवर्तते. മോളെ മോളെ സ്നേഹ, എന്താ എന്താ അമ്മേ? അമ്മയ്ക്ക് തീരെ വയ്യ മോളെ. അയ്യോ, എന്തു പറ്റി അമ്മേ? അറിയില്ല, ഇന്നെനിക്ക് ജോലിക്കൊന്നും പോവാൻ പറ്റില്ല. മോളെ, മോളിന്ന് പോകുമോ പുത്തൻ പാലസിൽ? എനിക്കിന്ന് പോവാനൊന്നും പറ്റില്ല. അയ്യോ അമ്മേ, എനിക്കിന്ന് കോളേജ് തുറക്കുന്നതല്ലേ അമ്മേ, ഞാൻ എങ്ങനെയാ? മോളെ, മോക്ക് 10 മണിയാകുമ്പോഴത്തേക്കല്ലേ പോണ്ടു, അപ്പോഴത്തേക്ക് തീരില്ലേ? അയ്യോ അമ്മേ. അല്ലെങ്കിൽ മോള് പോണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. വേണ്ട അമ്മേ, ഞാൻ പോയിക്കോളാം. അമ്മേ അമ്മേ, എനിക്ക് ഈ മുഷിഞ്ഞ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ അമ്മേ കോളേജിൽ, എനിക്കൊരു ഡ്രസ്സ് മേടിച്ചതാ അമ്മേ. എന്റെ ദൈവമേ, എന്റെ മകൾക്കൊരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. ഞാൻ വെറുതെ പറഞ്ഞതാ അമ്മേ, എനിക്ക് ഈ ഡ്രസ്സ് തന്നെ മതി. എന്നാ ശരിയമ്മേ, ഞാൻ പോവാം പുത്തൻ പാലസിൽ, എന്നിട്ട് കോളേജിൽ പോകും കേട്ടോ. അതുവരെ അമ്മ ഇവിടെ വിശ്രമിക്ക്. ശരി. എന്റെ മോൾക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടായല്ലേ? ഇല്ലമ്മേ, അതൊന്നും സാരമില്ല, പെട്ടെന്ന് കഴിയുന്ന ജോലിയല്ലേ ഉള്ളൂ. പാവം എന്റെ കുട്ടി, മനസ്സിൽ എത്ര വിഷമമുണ്ടാവും. ഒരു നല്ല ഡ്രസ്സ് മേടിച്ചു കൊടുക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ ദൈവമേ. എന്ത് വലിയ കൊട്ടാരം! ഈ വീട്ടിലുള്ളവരുടെയൊക്കെ ഭാഗ്യം. ഞാനും പഠിച്ച് വലിയ ആളായിട്ട് ഇതുപോലത്തെ കൊട്ടാരം ഞാനും ഉണ്ടാക്കും. എന്നിട്ട് ഞാനും എൻ്റെ അമ്മയും സുഖമായി ജീവിക്കും. ദൈവമേ, പെട്ടെന്ന് കഴിഞ്ഞാ മതിയായിരുന്നു ജോലിയൊക്കെ. എടാ കിഷോർ, എഴുന്നേൽക്കടാ, ഇന്ന് കോളേജ് ഉള്ളതല്ലേ. ഇതെന്ത് ഉറക്കായത് കിഷോർ? എടാ. ആ അമ്മേ, എഴുന്നേറ്റോളാം. എഴുന്നേറ്റോളാം എഴുന്നേറ്റോളാം എന്ന് പറയാന്നല്ലാതെ നീ എഴുന്നേൽക്കില്ല. നിന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞത്. ഈ അമ്മയുടെ ഒരു കാര്യം. പെട്ടെന്ന് എഴുന്നേറ്റ് റെഡിയായിട്ട് താഴേക്ക് വാ കേട്ടോ. കുറച്ചൊന്ന് ഉറങ്ങാൻ കൂടി സമ്മതിക്കുന്നില്ല. കിഷോർ, എഴുന്നേറ്റിനാ? ആ, ഞാൻ എഴുന്നേറ്റിന്. കിഷോർ, നീ എഴുന്നേറ്റിനാ? മേഡം. സ്നേഹയോ, നീ എന്താ ഇവിടെ? അത് മേഡം, അമ്മയ്ക്ക് തീരെ സുഖമില്ല, അതുകൊണ്ടാ ഞാൻ വന്നതിന്ന്. അയ്യോ, അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മയ്ക്ക് ചുമയും പനിയുമാ. അപ്പൊ നിനക്കിന്ന് കോളേജില്ലേ? ഉണ്ട് മേഡം, ഇവിടുത്തെ ജോലി കഴിഞ്ഞ് ഞാൻ പോയിക്കോളാം കോളേജിലേക്ക്. നീ ഇവിടെ നിൽക്കൂ, നിനക്ക് ഞാനൊരു സാധനം മേടിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് സാധനമായിരിക്കും മേഡം തരുന്നത്? നിനക്ക് പണം കൊടുക്കാതെ കോളേജിൽ സീറ്റ് കിട്ടിയത് കൊണ്ട് ഞാൻ മേടിച്ചു വെച്ചതാ ഇത്. ഇതുവരെ കിട്ടിയതുപോലെ ഇനിയും അങ്ങോട്ട് പഠിക്കണം കേട്ടോ. എന്നാ. ആ മേഡം, ഇനിയും ഞാൻ ഇങ്ങനെ തന്നെ പഠിക്കും. ഇവിടുത്തെ മക്കൾക്കും അവിടെയാണ് സീറ്റ് കിട്ടിയത്. ആണോ? നല്ല കാര്യമല്ലേ. നീ ഈ ഡ്രസ്സ് ഒന്ന് ഇട്ടിട്ട് വാ, ഞാനൊന്ന് കാണട്ടെ നിന്നെ. ശരി. പാവം കുട്ടി. മേഡം, എങ്ങനെയുണ്ട്? വാവ്, ഇതാരാ? സ്വർഗത്തിൽ നിന്ന് മാലാഖ ഇറങ്ങി വന്നതോ? അല്ല, സ്വർഗത്തിൽ നിന്ന് ഭൂതം ഇറങ്ങി വന്നത്. ഏട്ടത്തി, ജോലിക്കാർക്ക് അവരവരുടെ സ്ഥാനം കൊടുക്കണം. ഏട്ടത്തിയാണ് ഇവളെയും ഇവളുടെ അമ്മയെയും ഇങ്ങനെ വഷളാക്കുന്നത്. അയ്യോ മേഡം, ഞാൻ പ്രഭാവതി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞതാണോ കുറ്റം? ഇവളെ പോലുള്ളതിനൊക്കെ വീട്ടിൽ കയറ്റി നിൽക്കുന്നതും പോലെ ഞാൻ പറഞ്ഞതാണ് കുറ്റം അല്ലേ? ഞാൻ എന്തിനാ ഇവൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തതെന്ന് നിനക്കറിയാമോ? എനിക്കൊന്നും കേൾക്കണ്ട. ഇവൾക്ക് ഉയർന്ന മാർക്കുള്ളത് കൊണ്ട് നമ്മുടെ മക്കൾ പഠിക്കുന്നിടത്തിൽ ഇവൾക്കും സീറ്റ് കിട്ടി. ഇനി നമ്മുടെ മക്കൾ പഠിക്കുന്ന കോളേജിൽ ഇവളും ഉണ്ടാവും പഠിക്കാൻ. എന്താ പറഞ്ഞത്? ഇത്രയും ദാരിദ്ര്യം പിടിച്ചവൾക്കൊക്കെ അത്രയും വലിയ കോളേജിൽ സീറ്റ് കിട്ടിയെന്നോ? നമ്മുടെ മക്കൾ ക്യാഷ് കൊടുത്താണ് പഠിക്കുന്നത്. ഇവൾ അങ്ങനെയല്ല, ഇവൾ പഠിച്ചിട്ടാണ് നേടിയത്. നീ അത് മറക്കരുത്. ദക്ഷണം കെട്ട സാധനം. അങ്ങനെയൊന്നും പറയരുത് പ്രഭാവതി. ഇവരെ കൊണ്ട് ഞാൻ പറയും, എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ പറയും. മോളെ സ്നേഹ, നീ ഇതൊന്നും കാര്യമാക്കേണ്ട. നീ നന്നായി പഠിക്കണം കേട്ടോ. സാരമില്ല മേഡം, എനിക്ക് സങ്കടമൊന്നുമില്ല. പ്രഭാവതി, നീ ഇവിടുന്ന് വാചകം അടിക്കാതെ പോയിട്ട് മായയെയും കിഷോറിനോടും ഒരുങ്ങാൻ പറ. നിങ്ങൾ എന്തെങ്കിലും മാക്ക്. ഞാൻ കാരണം മേഡവും വഴക്കു കേട്ടു അല്ലേ? ഏയ്, അതൊന്നും സാരമില്ല. അല്ല, മേഡത്തിന്റെ മകനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അവനെ എവിടുന്ന് കാണാനാ? അവനും മായ ഇന്നലെ രാത്രി എത്തിയതല്ലേ ഉള്ളൂ. എനിക്ക് കോളേജിൽ നിന്നും കാണാമായിരിക്കുമല്ലേ? ആ, എന്നാൽ ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കട്ടെ മേഡം. കോളേജ് ഉള്ളതാണ്, ആവുന്നത് മാത്രം തീർത്താൽ മതി, ബാക്കി പിന്നെ തീർക്കാം. ചെല്ലി. ശരി മേഡം. ദൈവമേ, ഇവൾ എഴുന്നേറ്റില്ലാന്ന് തോന്നുന്നു. ഇവൾക്കെല്ലാം ഇങ്ങനെ കിടന്നുറങ്ങിയാൽ മതിയല്ലോ, ഇവിടെ നടക്കുന്ന സംഭവമൊന്നും അറിയണ്ടല്ലോ. അയ്യോ, എന്ത് പാവം, ഉറങ്ങുന്ന കണ്ടാൽ വിചാരിക്കും. എടി മായ, വെയില് കുണ്ടിക്കുതിച്ച് എന്നിട്ടും അവൾ എഴുന്നേറ്റിട്ടില്ല. ചെരിഞ്ഞും മറിഞ്ഞും അങ്ങനെ കിടക്കുകയവള്. എടി മായ. എന്താ അമ്മേ? കുന്ത, നീ കിടന്നുറങ്ങിക്കോ, ഇവിടെ നടക്കുന്ന സംഭവം ഒന്നും നീ അറിയണ്ട. എന്നാ അമ്മ പോടി, ഞാൻ ഉറങ്ങട്ടെ.
എടി അയ്യോ വലിക്കല്ലേ. ഇല്ല വലിക്കില്ല, നീ ഇങ്ങനെ കിടന്നുറങ്ങിക്ക. എന്താ എന്താ അമ്മയുടെ പ്രശ്നം? നീ ഒന്ന് അവിടുന്ന് എഴുന്നേൽക്ക്, എന്നിട്ട് ഞാൻ പറയാം. ആ പറ, എന്താ പ്രശ്നം? നീ ഇവിടെ നടക്കുന്ന സംഭവം വല്ലതും അറിയുന്നുണ്ടാ? ഇവിടെ എന്ത് സംഭവം നടക്കാനാ അമ്മേ? എടി നിന്റെ പപ്പയെ പോലും കൂട്ടാതെ നമ്മൾ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? അതെന്തിനാണെന്ന് അമ്മയ്ക്കറിയില്ലേ? പിന്നെ അത് വീണ്ടും വീണ്ടും ചോദിക്കണ? എനിക്കെന്തിനാണെന്നറിയാം, നിനക്കറിയാമോ? ആ എനിക്കറിയാം. എന്നാ പറ, എന്തിനാണ്? കിഷോറിനെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ ആണല്ലോ. ആ അതെ, അതിനെന്താ ഇപ്പം പ്രശ്നം? ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ ആരുടെ പേരിലാ? ഇത് മുഴുവനും കിഷോറിന്റെ പേരിലായത് കൊണ്ടാണല്ലോ അമ്മ കിഷോറിനെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ നോക്കുന്നത്. എന്റെ മോക്കെല്ലാം അറിയാം, എന്നിട്ടൊന്നും അറിയാതെ ഭാവത്തിൽ ഇങ്ങനെ നടന്നോ? അല്ല അമ്മേ, അതിനെന്താണ് ഇപ്പോ സംഭവിച്ചത്? അമ്മ ഒന്ന് തെളിച്ചു പറ. എടി മോളെ, നീ എങ്ങനെയെങ്കിലും കിഷോറിനെ നിന്റെ വരയിലാക്കാൻ നോക്ക്. എന്നാലേ ഇക്കാണുന്ന സ്വത്തുക്കളൊക്കെ നിനക്ക് കിട്ടൂ. കുറച്ച് സ്വത്തൊന്നുമല്ല ഇവിടെയുള്ളത്. അതൊക്കെ എനിക്കറിയാം അമ്മേ. അതിനു വേണ്ടി ഞാൻ നല്ലോണം പരിശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ അതൊന്നുമല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. പഠിച്ച പണി 18 ഞാൻ നോക്കി അവനെ ഒന്ന് വളച്ചെടുക്കാൻ. പക്ഷെ അവൻ ഒരു വഴിക്കും എന്റെ അടുത്ത് വളയുന്നില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ട് അവനെ നിന്റെ വഴിക്ക് തന്നെ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഈ കാണുന്ന കോടാനം കോടി സ്വത്തുക്കൾ നമുക്ക് നഷ്ടമായി പോകും. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഏട്ടത്തി ഇപ്പോഴും നിന്നെ അംഗീകരിച്ചിട്ടില്ല. നീ എങ്ങനെയെങ്കിലും ഏട്ടത്തിയുടെ സിമ്പതിയും കൂടി നീ വാങ്ങിപ്പറ്റണം. ഞാൻ ശ്രമിക്കാനിട്ടാണോ അമ്മേ? ഏട്ടത്തി അമ്മക്ക് എന്തോ ഒരു കരട് എന്നെ കൊണ്ടുണ്ട് മനസ്സിൽ. അതെല്ലാം ആ വേലക്കാരി പെണ്ണും അവളുടെ അമ്മയും പറഞ്ഞു കൊടുക്കുന്നതാ. ആര്? സ്നേഹയോ? അവളു തന്നെ. കുറച്ചു നേരത്തെ മുന്നേ ഞാൻ ചെല്ലുമ്പോൾ അവൾക്ക് നല്ല ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നത് കണ്ടു. എന്ത് അമ്മ എന്തായി പറയുന്നത്? ഞാൻ പറയുന്നത് പകൽ വെളിച്ചം പോലെ സത്യമാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് കിട്ടിയ കോളേജിലാണ് ആ ദാരിദ്ര്യം പിടിച്ച പെണ്ണിന് സീറ്റും കിട്ടിയത്. അമ്മ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. നമ്മൾ ഇവിടെ വന്നിങ്ങനെ മെനക്കേടുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടാവണമെങ്കിൽ നീയും കിഷോറുമായുള്ള വിവാഹം നടക്കണം. അതിന് നീ കിഷോറിനെയും നിന്റെ ഏട്ടത്തി അമ്മയെയും നീ കയ്യിലെടുക്കണം. ഏട്ടത്തിക്ക് സ്നേഹയോട് എന്തോ ഒരു സിമ്പതിയുണ്ട്. അതാറ്റം വളർന്നു വന്നാൽ. ഇല്ല അമ്മേ, അതിന് ഞാൻ സമ്മതിക്കില്ല. അതിന് സമ്മതിക്കരുത്. അവളെ നീ കോളേജിലും ഉയരാൻ വിടരുത്. കോളേജ് സീറ്റ് കിട്ടിയ കാര്യത്തിനും ഏട്ടത്തി നിങ്ങളെ താത്തി. എന്താ പറഞ്ഞത്? നിങ്ങളൊക്കെ പണം കൊടുത്തിട്ടാണ് സീറ്റ് നേടിയതെന്ന്. അവൾ പഠിച്ചിട്ട് നേടിയ സീറ്റാണെന്നും. ഓളെ പഠിപ്പ് ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ എൻ്റെ കയ്യിൽ വരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം അവർക്ക്. കോളേജിൽ പോകാൻ സമയമായില്ലേ? നീ റെഡിയായിട്ട് കിഷോറിന്റെ അടുത്തൊന്ന് ചെല്ല്. ആ ഞാൻ ചെല്ലാം. എന്നിട്ട് എങ്ങനെയെങ്കിലും നീ അവന്റെ കൂടെ വൈക്കമ്മൽ കോളേജിലേക്ക് ചെല്ലാൻ നോക്ക്. ആ അത് അമ്മ പറഞ്ഞ നല്ലൊരു ഐഡിയ ആണ്. എന്നാൽ ഞാൻ പോന്നു. നീ പെട്ടെന്ന് റെഡിയായിട്ട് അവന്റെ അടുത്തേക്ക് ചെല്ലു കേട്ടോ. ശരി അമ്മേ. കിഷോർ, നീ എന്റേത് മാത്രമാണ്. ഈ കാണുന്ന സ്വത്തുക്കൾക്കൊക്കെ ഉടമസ്ഥ നിന്റെ ഭാര്യയായി വരുന്ന ഞാനായിരിക്കും. കിഷോർ, നീ എവിടെയാ? കിഷോർ. ആരാ? ഓ നീയോ? എന്താ നിനക്കെന്നെ പിടിച്ചില്ലേ? എന്താ? എന്ത് വേണം? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്നോടല്ലേ പറഞ്ഞത് ഈ റൂമിലേക്ക് നീ വരണ്ട എന്ന്? അതെന്താ ഞാൻ ഈ റൂമിൽ വന്നാലേ? നീ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. എപ്പോഴാണെങ്കിലും ഞാൻ വരേണ്ട റൂമല്ലേ ഇത്? നീ വരേണ്ട റൂമോ? അതെങ്ങനെ? നീ എന്നെ വിവാഹം കഴിച്ചാൽ പിന്നെ ഞാൻ ഈ റൂമിലല്ലേ കിടക്കേണ്ടത്? അത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഞാനല്ലല്ലോ തീരുമാനിച്ചത്, നമ്മുടെ വീട്ടുകാരല്ലേ. നീ പോയേ ഈ റൂമിന്ന്. കിഷോർ, നീ എന്തായി കാണിക്കുന്നത്? നിന്നോടാ പോകാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പോവാ, പക്ഷേ ഒരിക്കലും ഞാൻ ഇതിന് നിന്നോട് ഞാൻ പകരം വീട്ടു. ആ അപ്പോൾ ഞാൻ സഹിച്ചോളാം. നീ പോ. മനുഷ്യന്റെ ദിവസം പോക്കാൻ വേണ്ടി നേരം വെളുക്കും തന്നെ ഓരോന്ന് കേറി വന്നോളൂ. ഇതെന്താ നീ കഴിച്ചോ? ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റത്? ആ അമ്മേ, ഞാൻ കഴിച്ചു. നല്ല സ്വാദുണ്ടായിരുന്നു. അത് നീ ചുമ്മാ പറഞ്ഞതാ. എന്റെ അമ്മക്കുട്ടി, ഞാൻ ശരിക്കും കഴിച്ചു. മതി സോപ്പിംഗ് എല്ലാം. ആദ്യ ദിവസമല്ലേ കോളേജിൽ, പെട്ടെന്ന് പോവാൻ നോക്ക്. ആ എന്നാ എന്റെ അമ്മക്കുട്ടി എന്നെ അനുഗ്രഹിച്ചോളൂ. ഈ ചെക്കൻ്റെ ഒരു കാര്യം. നന്നായി വാ. അമ്മയുടെ ഒരു ഫ്രണ്ടിന് നിന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു. ഫ്രണ്ടിനോ? അതാരാ?
അത് നല്ലൊരു കുട്ടിയാ. ഏ അമ്മക്ക് കുട്ടി ഫ്രണ്ടോ? അത് ആരാത്? അത് ഇവിടെ പണിക്ക് വരുന്ന ശോഭയുടെ മകളാ. ആഹാ കൊള്ളാലോ. എന്നിട്ട് എവിടുത്തും അവൾ? അവളില്ല, അവള് പോയി. പോയോ? എന്നാ പിന്നെ കാണാമല്ലേ? അല്ല, നിങ്ങൾ ആരെ കാണുന്ന കിസ്സി പറയുന്നത്? അത് അമ്മയുടെ ഒരു കൂട്ടുകാരിയെ കാണുന്ന കാര്യം പറഞ്ഞത് അപ്പച്ചി. ആഹാ, കൂട്ടുകാരിയോ? ഏതാ കൂട്ടുകാരി? ഏയ്, ഞാൻ സ്നേഹയുടെ കാര്യം പറഞ്ഞത് അവനോട്. ഓ, ആ വേലക്കാരി പെണ്ണിന്റെ കിസ്സിയായിരുന്നോ? അതെന്താ അപ്പച്ചി, വേലക്കാരിയെ ഫ്രണ്ട്സ് ആക്കി കൂടാ? ഈ ഏട്ടത്തി അമ്മക്ക് വേറെ ആരെയും കിട്ടിയില്ലേ ഫ്രണ്ട്സ് ആക്കാൻ? അതെന്താ സ്നേഹക്ക് എന്താ കുഴപ്പം? അവക്ക് എന്താ ഉള്ളത്? അവൾ തൊടുന്നതെല്ലാം കുഴപ്പം തന്നെ. മതി മതി തർക്കിച്ചത്. ഞാൻ പോകുന്ന അമ്മേ. എന്നാ ശരി, ഞാൻ പോട്ടെ. ആദ്യ ദിവസമല്ലേ, നല്ലോണം മനസ്സിൽ പ്രാർത്ഥിച്ചിറങ്ങാൻ നോക്ക്. ശരി അമ്മേ. നീ ഇവിടെ ഇങ്ങനെ നിൽക്കാതെ അവന്റെ പുറം കോളേജിൽ പോവാൻ നോക്ക്. അതിന് ഞാൻ ഭക്ഷണം കഴിച്ചില്ല. മതി ഭക്ഷണമൊക്കെ കഴിച്ചത്. നീ അത് ചെല്ലാൻ നോക്ക്. ഈ അമ്മയുടെ ഒരു കാര്യം. എന്നാ ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം. സൂക്ഷിച്ചു പോണേ മോനെ. ആ അമ്മേ. അയ്യോ കിഷോർ, ഞാനുമുണ്ട്. അയ്യോ, അവൻ പോയല്ലോ. അല്ല, നിന്റെ വണ്ടി ഇവിടെ? അല്ല, കിഷോർ എവിടെ? അവൻ പോയി. അപ്പൊ നീയോ? നീയല്ലേ പറഞ്ഞത് അവന്റെ കൂടെയാ പോകുന്നതെന്ന്? ഓ, നീ അവന്റെ കൂടെ പോവാൻ നിന്നതാണോ? ആ ഏട്ടത്തി, അവൾക്ക് അവന്റെ കൂടെ പോവാൻ ഒരു പൂതി. എന്നാൽ നീ നേരത്തെ പറയണ്ടായിരുന്നു അവന്റെ കൂടെയാ പോകുന്നതെന്ന്. അവൻ പോയില്ലേ? ശരിയാ, നീ എന്തേലും പറയാത്തത്? ഞാൻ വിചാരിച്ചു കിഷോർ എന്നെയും കുട്ടിയെ പോവുമെന്ന്. ഞങ്ങൾ രണ്ടുപേരും ഒരു കോളേജിലേക്കല്ലേ, അതുകൊണ്ട് അവൻ എന്നെയും കാക്കുമെന്ന് വിചാരിച്ചു. എന്നാ നീ തനിയെ പോട്. എടി, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അവന്റെ കൂടെ എങ്ങനെയെങ്കിലും കാര്യപ്പറ്റാൻ? എന്ത് ചെയ്യാനാ അമ്മേ, അവൻ പെട്ടെന്ന് പോയി. അവളുടെ ഒരു അനങ്ങിക്കളി. നീ പെട്ടെന്ന് കോളേജിൽ ചെല്ലാൻ നോക്കനി. ആ ശരി. നിന്റെ മുറപ്പെണ്ണല്ലേ കിഷോർ അത്? ഏത് മായയോ? മുറപ്പെണ്ണൊക്കെ തന്നെയാണ്. പറഞ്ഞിട്ടെന്താ? അല്ല മായ, എന്തൊക്കെയുണ്ട് വിശേഷം? കിഷോർ, നീ എപ്പോഴാണ് നിന്റെ ഡാഡിയുടെ അടുത്ത് എത്തിയത്? ഞാൻ ഇന്നലെ രാത്രി എത്തി. അപ്പോ നിങ്ങൾ രണ്ടുപേരും ഒപ്പരമാണോ വന്നത്? അതെ, ഞാനും കിച്ചുവും ഒപ്പരമാ വന്നത്. എന്താ കിഷോർ, നീ ഒന്ന് അപ്പുറം നോക്ക്. എന്താ? എന്താണ് അപ്പുറം? വാവ്, ഭൂമിയിൽ ഇറങ്ങി വന്ന ദേവത. ഓ, എനിക്ക് നിങ്ങളുടെ ഒരു ദേവതയെയും കാണണ്ട. എടാ കിച്ചു, നീ കണ്ടിട്ടില്ലെങ്കിൽ നിനക്ക് തീരാ നഷ്ടമാ. എടി മായ, അതേതാ പുതിയ റൂട്ടി? ഏത്? ഇവളോ? ആ, അവള് തന്നെ. നിനക്കറിയാമോ അവളെ? പിന്നെ ഇവളെ അറിയാതെയാ? ഇവളല്ലേ ഞങ്ങളുടെ വീട്ടിൽ ജോലിക്കാരി. നീ എന്താ പറഞ്ഞത്? ജോലിക്കാരിയെന്നോ? ഇവളോ? എന്താ നിനക്ക് വിശ്വാസം വരുന്നില്ലേ? അത് വിശ്വസിക്കണമെങ്കിൽ കുറച്ച് പാടാണ്. അവളെ നോക്കറോ നിനക്ക്? എന്താ സൗന്ദര്യം! സൗന്ദര്യം പോലും. അവളിട്ട ഡ്രസ്സൊക്കെ ഏതാണെന്ന് നിനക്കറിയാമോ? നീ എന്താണ് മായ ഈ പറയുന്നത്? അവളെ കണ്ടാൽ അറിയില്ലേ അവളൊരു പണക്കാരി പെണ്ണാണെന്ന്? നിനക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ടില്ല എങ്ങനെ തോന്നുന്നത്? അത് എന്റെ വീട്ടിൽ നിന്നും ഏട്ടത്തിയമ്മ മേടിച്ചു കൊടുത്ത ഡ്രസ്സാണിത്. വീടാന്തരം ജോലി ചെയ്താണ് അവൾ ജീവിക്കുന്നത്. പിന്നെയാ അവൾ പണക്കാരിയാവുന്നത്. നീ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് അതിശയമാവുന്നു. എന്നാലും അവളെ കണ്ടാൽ ഒന്നും പറയില്ല. ഭയങ്കരം തന്നെ. അതാ ഞാൻ പറഞ്ഞത്, അവൾ വെറും ദാരിദ്ര്യം പിടിച്ചവളാണെന്ന്. ഹലോ, എക്സ്ക്യൂസ് മീ. എടാ കിച്ചു, അവളിതാ ഇങ്ങോട്ടേക്ക് വരുന്നു. എടാ കിച്ചു, അവളെന്തോ ചോദിക്കുന്ന. എന്താണ് അവൾ ചോദിക്കുന്നത്? നീ അവളോട് തന്നെ ചോദിച്ചു നോക്ക് എന്താ കാര്യമെന്ന്. അതെ, ഏത് ഭാഗത്താ ഈ ഓഫീസ് വരുന്നത്? ഹലോ, ഞാൻ നിങ്ങളോടാ ചോദിച്ചത്, ഏത് ഭാഗത്താ ഓഫീസ് വരുന്നത്? എന്താ നീ ചോദിച്ചത്? അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല? ഇല്ല, ഞാനൊന്നും കേട്ടില്ല. നീ എന്താ ചോദിച്ചത്? അതെ, ഞാൻ ചോദിച്ചത് ഈ ഓഫീസ് ഏത് ഭാഗത്താ വരുന്നതെന്ന്. അത് ആ ഭാഗത്ത്. അല്ല, ആ ഭാഗത്ത്. ശടാ, ഇതെന്താ ഇങ്ങനെ? നിനക്കും അറിയില്ലേ? അയ്യോ, ഞാൻ തന്നെ നോക്കിക്കോളാം കേട്ടോ. ഞാൻ വീണു മോനെ, വീണു. അത് തന്നെയല്ലേ ഞങ്ങളും ആദ്യം പറഞ്ഞത്. അയ്യോ പോയി. എടാ ആകാശ്, ശരിക്കും ആരാണത്? എടി മായ, നിന്റെ കിച്ചു അവളെ കണ്ടു മയങ്ങിയെന്നാ തോന്നുന്നത്. എടി, സത്യമാവുമോ? അതല്ലേ കിച്ചു നിന്നോട് ഞങ്ങൾ പറഞ്ഞത്, അതാരാ മാലാകിയോ എന്ന്. ആ, അതെന്തെങ്കിലും ആവട്ടെ, വാ നമുക്ക് പോകാം. എടാ കിച്ചു, നിന്റെ മായ കേൾക്കണ്ട. അവളെ ആരും മൈൻഡാക്കുന്നു. ശരിക്കും ഏതോ വലിയ വീട്ടിലെ പെണ്ണാണത്. എന്തായാലും നിന്റെ അത്ര ആസ്തി ഉണ്ടാവില്ല കിച്ചു. അവൾ ഈ കോളേജിൽ തന്നെ പഠിക്കുന്നതായിരിക്കും അല്ലേ? അതെന്തിനാ? ഏയ്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അത് ഞങ്ങൾക്ക് മനസ്സിലായി. ആരായിരിക്കും ഞാൻ ആ കണ്ടവൾ? സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന മാലാകിയോ?
ഫസ്റ്റ് ദിവസമായോണ്ടൊന്ന് ചോദിക്കാനും മിണ്ടാനും ഒന്നും പറ്റിയില്ല. എങ്ങനെയെങ്കിലും അവൾ ആരാണെന്ന് കണ്ടുപിടിക്കണം. എന്നാലും ആരായിരിക്കും അവൾ? ഷെടാ, മനസമാധാനം പോയല്ലോ. എങ്ങനെ കണ്ടുപിടിക്കും അവളെ? എന്താ കിച്ചു, എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല അമ്മ. അല്ല, എന്തോ ഉണ്ട്. അമ്മയുടെ പൊന്നുമോൻ എന്തോ പറ്റി. അമ്മയോട് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, അവസരം വരുമ്പോൾ പറയാം. നീ എന്താ കിച്ചു ഇങ്ങനെ ആലോചിക്കുന്നത്? എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. നീ എന്താണെങ്കിലും പറ. എന്താ, നിനക്ക് കോളേജിൽ വല്ല പ്രശ്നവുമുണ്ടോ? അല്ലെങ്കിൽ നീ പറയണ്ട, ഞാൻ മായയോട് ചോദിക്കാം. എൻ്റെ അമ്മ കുട്ടി, എനിക്കൊരു പ്രശ്നവുമില്ല. കോളേജിലും പ്രശ്നമില്ല. അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. സത്യമാണല്ലോ? അതെ, അമ്മയാണ് സത്യം. എന്നാ ശരി. എന്താ അമ്മയും മകനും തമ്മിലൊരു കുശലം പറച്ചൽ? ഏയ് ഒന്നുമില്ല പ്രഭാപതി. മോളെ മായ, ഇന്ന് കോളേജിൽ എന്തൊക്കെയുണ്ടായിരുന്നു വിശേഷം? കോളേജിൽ കാര്യമായിട്ടൊന്നുമില്ല, നല്ല വിശേഷം തന്നെ. അതെന്താ, കിഷോർ വിശേഷമൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു, അമ്മുവിന്റെ വായിൽ പുതിയ വിശേഷം വല്ലതും ഉണ്ടോ എന്ന് നോക്കാനാ. എന്താ കിച്ചുവിനെന്ത് പറ്റി? ഏയ് ഒന്നുമില്ലല്ലോ. പിന്നെ പിന്നെ എന്താ അവൻ ദേഷ്യത്തിൽ പോയത്? പ്രഭാവതി, അതൊക്കെ നിനക്ക് തോന്നുന്നതാ, ഒന്നുമില്ല. എടി, അവരെന്തായിരിക്കും സംസാരിച്ചത്? ആ, എനിക്കെങ്ങനെ മനസ്സിലാവാനാ? എന്തോ കാര്യമായിട്ട് അവർ സംസാരിച്ചിന്. അതെന്താ അമ്മയ്ക്ക് എന്താ അങ്ങനെ തോന്നാൻ കാരണം? നീ ആ കിഷോറിനെ ശ്രദ്ധിച്ചില്ലേ? ഇല്ല, എന്തു പറ്റി? അവൻ നമ്മൾ വന്നത് ദേഷ്യം പിടിച്ചൊറ്റ പോക്ക. ഓ, അതവൻ വെറുതെ പോയതായിരിക്കും. അല്ല, എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. പിന്നെ പിന്നെ അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? എടി സത്യം പറ, ഇന്ന് കോളേജിൽ എന്താ സംഭവിച്ചത്? കോളേജിലോ? കോളേജിലൊന്നും സംഭവിച്ചില്ല. പിന്നെ അവനിക്ക് എന്തായിരിക്കും പറ്റിയത്? അമ്മേ, വെറുതെ അതും ഇതും പറയരുതേ. ഞാൻ എന്ത് പറഞ്ഞെന്ന് നീ പറയുന്നത്? പിന്നെ അമ്മ പറയാതെയാ? അമ്മയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ. എന്തേ, എന്താ നീ പറഞ്ഞത്? വേണ്ടാത്ത കാര്യം ഊഹിച്ച് പറയരുതെന്ന്. എന്നാലും എന്തായിരിക്കും? ഒന്ന് പേര് പറ, ആരാ നീ? ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനെൻ ജീവനിൽ. ഇവൻ എഴുന്നേറ്റില്ലേ? ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ ആഹാ, നല്ല പാട്ടാണല്ലോ. അരികിൽ വന്നു ചേരുവാൻ എൻ ജീവനിൽ. എടാ കിച്ചു, കിച്ചു എഴുന്നേൽക്ക്. എന്റെ അമ്മയെ നശിപ്പിച്ചു. എന്തു നശിപ്പിച്ചെന്നേ? എന്താ നശിപ്പിച്ചത്? എന്തു നല്ല സ്വപ്നമായിരുന്നു അമ്മ നശിപ്പിച്ചത്. അല്ല, നീ സ്വപ്നവും കണ്ടു കുത്തിരിക്കുന്ന, നിനക്ക് കോളേജ് ഒന്നുമില്ലേ? എന്നാലും എന്തു നല്ല സ്വപ്നമായിരുന്നു അമ്മേ. മതി മതി സ്വപ്നം കണ്ടത്. നീ കോഫി കുടിച്ച് എഴുന്നേറ്റ് കുളിക്കാൻ നോക്ക്, കോളേജിൽ പോകാനുള്ളതല്ലേ. ഇന്ന നീ എന്താ അത് അവിടെ വെച്ചത്? ബെഡിലൊക്കെ മറിയും. ഇല്ല അമ്മേ, ഞാനിത് കുടിച്ചോളാം. അല്ല, എന്റെ മോൻ എന്തായിരുന്നു സ്വപ്നം കണ്ടത്? അത് പിന്നെ ഒന്നുമില്ല അമ്മേ. നീ ഏത് ജന്മത്തിൽ സ്വപ്നം കാണുന്ന പാട്ടാ പാടിയത്? അമ്മ എന്തായി പറയുന്നത്? ഞാൻ പാട്ട് പാടിയെന്നോ? ഞാൻ പാട്ടൊന്നും പാടിയില്ല. മതി മതി, ഞാൻ എല്ലാം കണ്ടു. അയ്യോ, പെട്ടു എന്നാ തോന്നുന്നത്. കിച്ചു, ഇനിയിപ്പോ എന്താ ചെയ്യ? കിച്ചു, എന്താ അമ്മേ? നീ ഏത് ലോകത്താ ഉള്ളത്? എന്താ നിനക്ക് പറ്റിയത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ അമ്മ കുട്ടി, എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചതാ. മതി മതി, നീ ആലോചിച്ചതൊക്കെ. നീ പെട്ടെന്ന് കോഫി കുടിച്ച് കുളിക്കാൻ നോക്ക്. ശരി എന്റെ അമ്മ കുട്ടി. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. എന്താ? എന്തു പറ്റി? അമ്മൂമ്മ വിളിച്ചിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാ കേട്ടോ. എന്നാ ഞാനും വരാം. അപ്പൊ നിനക്ക് കോളേജില്ലേ? കോളേജ് ഇന്നൊരു ദിവസം ലീവായാലെന്താ? നാളെയും പോവാലോ. അയ്യടാ, എന്റെ മോന്റെ ഒരു പൂതി. നീ വരണ്ട, നല്ല മോനായിട്ട് മോൻ കോളേജിൽ പോവാൻ നോക്ക് കേട്ടോ. എന്നാ പിന്നെ ഞാൻ കോളേജിൽ വിട്ടുവന്ന് വൈകുന്നേരം പോകാം. വേണ്ട വേണ്ട, നീ കോളേജിൽ വിട്ടു വരുമ്പോഴത്തേക്ക് ഞാനിങ്ങ് എത്തും. അത് വേണ്ടമ്മേ, അമ്മയെ ഞാൻ ബൈക്കിൽ ഇറക്കി തരാം. വേണ്ട വേണ്ട, നീ ഇറക്കണ്ട. മുറ്റത്ത് 3-4 കാറ് കിടക്കുമ്പോൾ നീ എന്തിനാ ഇറക്കി തരുന്നത്? ഞാൻ ഏതെങ്കിലും ഡ്രൈവറെയും കൂട്ടി പോയിക്കോളാം. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അമ്മൂമ്മയോട് ഞാൻ ചോദിച്ചെന്ന് പറയണേ. പറയാം. അമ്മൂമ്മയ്ക്ക് നിന്നെയും കാണണമെന്ന് പറഞ്ഞിരുന്നു. അതല്ലേ ഞാൻ പറഞ്ഞത് ഞാനും വരാമെന്ന്. വേണ്ട, അമ്മൂമ്മയോട് ഞാൻ പറഞ്ഞിന് നിനക്ക് കോളേജ് ഉണ്ട്, അവൻ പിന്നെ വരുമെന്ന്. എന്നാ ആയിക്കോട്ടെ, ഞാൻ പിന്നെ പോയിക്കോളാം. ആ, നിന്റെ ഫുഡ് ഞാൻ ടേബിൾ മേൽ എടുത്തു വെക്കാം. നീ ഭക്ഷണവും കഴിച്ച് കോളേജിലേക്ക് പോടി കേട്ടോ.
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ അപ്പച്ചിയോട് ചോദിച്ചാൽ മതി കേട്ടോ. ആ ശരി. എന്താ നിനക്കൊരു ശരിക്കൊരു വല്ലായ്മ? ഏയ് അതൊന്നുമില്ലമ്മേ, അപ്പച്ചിയോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ടാ. അങ്ങനെയൊന്നും പറയരുത്, അത് നിന്റെ അച്ഛന്റെ പെങ്ങളാണ്. അല്ലമ്മേ, ഈ അച്ഛൻ എവിടുന്ന് ഇങ്ങനത്തെ ഒരു പെങ്ങളെ കിട്ടിയത്? കിച്ചു വേണ്ട. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. മോനെ കിച്ചു, ദൈവം പലർക്കും പല സ്വഭാവമാണ് കൊടുക്കുക. അത് നീ കാര്യമാക്കേണ്ട. അവരവരുടെ രീതിയിൽ നീങ്ങുന്നു, നീ നിന്റെ രീതിയിൽ നീക്കും. എന്റെ അമ്മക്കുട്ടി ഇങ്ങനെ ഒരു പാവമായി പോയല്ലോ. ആ മതി മതി, നീ പെട്ടെന്ന് കുളിക്കാൻ നോക്ക്. ദൈവമേ, സ്വപ്നത്തിലും നടത്തത്തിലും ഇരുത്തത്തിലുമൊക്കെ അവളുടെ മുഖം മാത്രമാണല്ലുള്ളൂ. ആരാണ് അവൾ? എന്റെ ചിന്ത മാറ്റാൻ മാത്രം എന്റെ ആരാണവൾ? എങ്ങനെ കണ്ടുപിടിക്കും അവളെ? അവൾ എന്റെ കോളേജിൽ പഠിക്കുന്ന കുട്ടി തന്നെയാണോ, അതോ വേറെന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ? 100 കൂട്ടം ചോദ്യം കിടക്കുകയാണല്ലോ മനസ്സിൽ. ഇതിനൊക്കെ എപ്പോഴാണ് പരിഹാരം കാണുക? ഞാൻ കണ്ടുപിടിക്കും എങ്ങനെയെങ്കിലും. അല്ല, നീ എന്താ കോളേജിൽ പോകാൻ റെഡി ആവാത്തത്? ആ അമ്മേ, ഞാൻ റെഡി ആയിക്കോളാം. മേഡം. നീയോ? എന്താ, എന്ത് വേണം? അവൾ എന്തെങ്കിലും കുരുട്ടും കൊണ്ട് വന്നതായിരിക്കും അമ്മേ. അയ്യോ അല്ല മേഡം. പിന്നെ എന്തിനാ നീ വന്നത്? അയ്യോ, ഞാൻ എന്നാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടതെന്ന് ചോദിക്കാൻ വന്നതാ. എനിക്ക് ഇഡ്ഡലി മതി. അമ്മേ, അമ്മയ്ക്ക് എന്താ വേണ്ടത്? എനിക്ക് ദോശയും ചട്ടിനിയും മതി. എന്താ, എന്ത് പറ്റി എല്ലാവർക്കും? അയ്യോ, ഞാൻ മേഡത്തിന് എന്നാ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടതെന്ന് ചോദിക്കാൻ വന്നതാ. എന്തായാലും പ്രശ്നമില്ല. എന്താ ഉണ്ടാക്കിയത് അത് മതി. അല്ല, നിന്റെ അമ്മയുടെ അസുഖം മാറിയില്ലേ? ഇല്ല മേഡം. നീ എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ടേബിൾ മേലേക്ക് വെക്കൂ. പ്രഭേ, ഞാനൊന്ന് വീട്ടിൽ വരെ പോവുകയാണ് കേട്ടോ. വീട്ടിൽ പോവുകയാണെന്നോ? എന്തു പറ്റി? ഏയ് വിശേഷിച്ചൊന്നുമില്ല, അമ്മ വിളിച്ചിരുന്നു, അതുകൊണ്ട് പോകുന്നതാ. നീ കിച്ചുവിന്റെ കൂടെയാണോ പോകുന്നത്? അല്ല, അവൻ വരുന്നില്ല. നീ എന്താ ഇവിടുന്ന് നോക്കി നിൽക്കുന്നത്? നിനക്ക് അടുക്കളയിലേക്ക് പോറോ? അതെങ്ങനെയാ പോവാ? ഇവിടെ നടക്കുന്ന വിശേഷമൊക്കെ അറിയണ്ടേ അവൾക്ക്? അവളുടെ വിചാരം ഈ വീട്ടിൽ അംഗമാണെന്നാ. ഞാൻ അത് പിന്നെ എന്നെ കുറച്ച് നേരത്തെ വിടുമോ എന്ന് ചോദിക്കാൻ നിന്നതാ. ആദ്യം ഇപ്പോഴത്തെ കാര്യം നടക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നിന്നെ വിടണോ വിടണ്ടോ എന്ന്. അത് തന്നെ. നീ ഇപ്പോൾ അടുക്കളയിലേക്ക് ചെല്ല്. പ്രഭേ, അവൾ എന്താ ചെയ്തത്? നിനക്കെന്താ അവളോട് ഇത്ര ദേഷ്യം? ഏട്ടത്തിയാണ് അവളെയൊക്കെ ഇങ്ങനെ വഷളാക്കുന്നത്. താൻ ഇരിക്കേണ്ടത് താൻ ഇരുന്നില്ലെങ്കിൽ അവിടെ പലരും കയറിയിരിക്കും. അതാണ് ഇവിടുത്തെ സ്ഥിതി. നിന്റോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവൾക്ക് കോളേജിൽ പോയി വിലസാനാ കുറച്ച് നേരത്തെ വിടാൻ പറഞ്ഞത്. വിടരുത് അവളെ. ഏട്ടത്തി തറവാട്ടിൽ പോട്ടെ, എന്നിട്ട് കാണിച്ചു കൊടുക്കാം അവൾക്ക്. ശരിയാ അമ്മേ, അവളെ ഇന്ന് കോളേജിലേക്ക് വിടരുത്. നീ പെട്ടെന്ന് കിഷോറിന്റെ കൂടെ പോവാൻ നോക്ക്. ആ ശരി അമ്മേ, അവളെ ഇന്നൊരു കാരണവശാലും കോളേജിലേക്ക് വിടരുതേ. ഇല്ല, അവൾ ഇന്ന് കോളേജിന്റെ പടി പോലും കാണില്ല. അവളെ ഇന്ന് കോളേജിൽ പറഞ്ഞേക്കാതിരിക്കാൻ എന്താണൊരു പൊമ്പൈ? ഒന്നും അങ്ങ് തലയിൽ കേറുന്നില്ലല്ലോ. എന്തായാലും ഏട്ടത്തി അങ്ങ് പോട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അമ്മേ, അമ്മേ, ഇതെന്താ ആരെയും കാണുന്നില്ലല്ലോ? ഓ, എന്റെ മോക്ക് വരാൻ സമയമായോ? നിന്നെ ഒന്ന് കാണാൻ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കണമല്ലേ? അതൊന്നുമല്ല അമ്മേ, അവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് വേണ്ടേ വരാൻ? വലിയൊരു വീട്ടിൽ നിറച്ചും ജോലിക്കാർ, എന്നിട്ടും നിനക്ക് ജോലി തന്നെ അല്ലേ? എന്ത് ചെയ്യാനാ അമ്മേ, കിഷോറിന്റെ കാര്യമൊക്കെ ഞാൻ തന്നെ നോക്കണ്ടേ? അല്ല, നിന്റെ കെട്ടിയവൻ വരുന്നില്ലേ? പ്രബേട്ടൻ വരുന്നെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എന്താ കുറച്ച് ദിവസം അവിടെ വന്നു നിന്നാൽ? അവിടെ വന്നു നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ലാനിട്ടാണോ? പിന്നെന്താ അമ്മക്ക് അവിടെ വന്നു നിന്നാൽ? നിനക്കറിയില്ലേ ഈ വീടിന്റെ സ്ഥിതി? പിന്നെ എന്താ നീ ഇങ്ങനെ ചോദിക്കുന്നത്? അല്ല, എന്റെ കൊച്ചുമോൻ എവിടെ? ഞാൻ പറഞ്ഞതല്ലേ അമ്മേ, അവനിക്ക് കോളേജ് ഉണ്ടെന്ന്. അവനിക്കെന്താ എപ്പോഴെങ്കിലും വന്നൊന്ന് കാണുന്നതിനെന്നെ? അമ്മേ, അവനിങ്ങ് വരും അമ്മേ. പ്രഭാവതിയും മകളും അവിടെ തന്നെയുണ്ടോ? ഉണ്ട്, അവരവിടെ തന്നെയുണ്ട്. അവരുടെ സ്വഭാവത്തിന് വല്ല മാറ്റവും ഉണ്ടോ? എന്ത് മാറ്റം ഉണ്ടാവാൻ അമ്മേ, പ്രഭാവതി അങ്ങനെ തന്നെ. പ്രഭയുടെ തീരുമാനത്തിൽ നിന്നും മാറ്റം വന്നിട്ടില്ലേ? ഇല്ല, അതാണ് എന്റെ സങ്കടം മുഴുവനും. കിച്ചുവിന് അവളെ കാണുന്നത് പോലും ദേഷ്യമാ. എന്താ ആവുക എന്നൊന്നും എനിക്കറിയില്ല. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു. പിന്നെ അവളവന്റെ മുറപ്പെണ്ണുമല്ലേ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും മാറി നോക്കാറില്ല. മുറപ്പെണ്ണ് മുറച്ചക്കൻ എന്നല്ല പറയുന്നത് പണ്ടുകാലമാ. ഇപ്പൊ അവരവരുടെ ഇഷ്ടം പോലെയാ. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മേ, പ്രബേട്ടൻ പറയണ്ടേ? പ്രഭാവതിയും മകളും കൂടി പ്രബേട്ടനെ കയ്യിലെടുത്തിട്ടാണുള്ളത്. അവർക്ക് കിഷോറിന് ഇഷ്ടമായത് കൊണ്ടൊന്നുമല്ല, അവന്റെ പേരിലുള്ള സ്വത്തിലാണ് അവരുടെ കണ്ണ്. നീ ഇരിക്ക്, നിനക്ക് ഞാൻ ചായ എടുക്കാം. വേണ്ട അമ്മേ, ഞാൻ ചായയൊക്കെ കുടിച്ചാ വരുന്നത്. ചായ കുടിച്ചെന്നോ? ആ അമ്മേ, ഞാൻ കുടിച്ചു. ശോഭ ലീവായതുകൊണ്ട് അവളുടെ മകളായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അവളുടെ ഭക്ഷണം ഒന്ന് വേറെ തന്നെയാ അമ്മേ. ആണോ? അവളുടെ മകൾ ഇപ്പോൾ വലുതായി കാണും അല്ലേ? നിങ്ങളങ്ങ് വിദേശത്ത് പോയാലും അവളും അവളുടെ മകളും ഒറ്റക്കായതല്ലേ? ശരിയാ, പ്രബേട്ടൻ കൊടുത്ത 5 സെന്റ് സ്ഥലവും പുരയിടവും മാത്രമേ ഇപ്പൊ അവർക്കുള്ളൂ. ശോഭയുടെ മകള് നിന്റെ കിച്ചുവിന്റെ കൂടെയുള്ളതല്ലേ? ആ, കിച്ചുവിന്റെ കൂടെയുള്ളതാ.
ആ 5 സെന്റ് സ്ഥലവും പെരേടെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. പ്രഭാവതിക്കും മകൾക്കും അവളെ കണ്ണിന് കണ്ടുകൂടാ. എന്തൊരു കഷ്ടപ്പെടുത്തല ആ പാവത്തിനെ അവർ അവിടുന്ന് കഷ്ടപ്പെടുത്തുന്നതെന്നോ. അതുകൊണ്ട് തന്നെയായിരിക്കും സ്വത്തും പണവും കണ്ടാൽ അവർക്കൊന്നും തിരിയില്ലല്ലോ. അമ്മ പറഞ്ഞ ശരി തന്നെ. ശോഭയുടെ മകൾ മിടുക്കി കുട്ടിയാ. അവളുടെ പേര് സ്നേഹ എന്നാ മറ്റമല്ലായിരുന്നോ? ആ അതെ, സ്നേഹ. അല്ല, അച്ഛൻ എവിടെ? അച്ഛനുണ്ടപ്പുറം, നീ വാ. ഇതെന്താ വാട്സപ്പിലൊന്നും ആരെയും കാണുന്നില്ലല്ലോ. ഫോണിൽ ഗ്രൂപ്പായി നിറഞ്ഞിക്ക്. മേഡം, പുതിയ ന്യൂസ് ഒന്നും കാണുന്നില്ലല്ലോ. മേഡം, എന്താ, എന്ത് വേണം? അത് ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞു, ഇനി ഞാൻ പോയിക്കോട്ടെ മേഡം. എന്താ പറഞ്ഞത്? പോയിക്കോട്ടെ എന്നോ? എവിടത്തേക്ക്? അല്ല മേഡം, ഇന്ന് കോളേജ് ഉള്ളതല്ലേ. കോളേജ് ഉണ്ടെന്നോ? നിന്നെ പോലെ ദാരിദ്ര്യം പിടിച്ച പെണ്ണൊക്കെ കോളേജിൽ പോയിട്ട് എന്താക്കാനാ? അതല്ല, ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞില്ലേ, ഇനി എനിക്ക് പോയിക്കൂടെ? നീ എന്താ പറഞ്ഞത്? ജോലിയൊക്കെ കഴിഞ്ഞെന്നോ? അതെ, ജോലിയൊക്കെ കഴിഞ്ഞു. രാത്രിയത്തേതും ഉച്ചക്കത്തേതും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മേഡം. എടി, അതുമാത്രമാണോ ഒരു വീട്ടിലെ ജോലി? അതല്ല മേഡം, കവിതാമ്മ പറഞ്ഞല്ലോ നീ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കോളേജിലേക്ക് പോടൂ എന്ന്. ഏട്ടത്തി അങ്ങനെ പലതും പറയും, അത് കേട്ടിട്ട് നീ തുള്ളാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ നിന്നെ പോലെ ദാരിദ്ര്യം പിടിച്ച പെണ്ണൊക്കെ എന്തിനായി പഠിക്കുന്നത്? നീ പഠിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. നീ എന്ത് വലിയ പഠിപ്പ് പഠിച്ചിട്ടും എന്താ, നിനക്ക് ഇവിടത്തെയൊക്കെ വീട്ടുജോലി ചെയ്യാനേ ഗതിയുള്ളൂ. നീ ഇട്ട ഡ്രസ്സ് തന്നെ നിനക്കൊന്ന് നോക്കറോ? ഇതുപോലും ഇവിടുത്തെ ഔദാര്യമല്ലേ? അല്ല മേഡം, ഇത് കവിതാമ്മ എനിക്ക് തന്നതാണ്. അത് മാത്രമല്ല, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ കോളേജാണ്. എന്റെ അച്ഛന് ഞാൻ വാക്ക് കൊടുത്തതാണ്, ഞാൻ പഠിച്ച് വലിയൊരാളാകുമെന്ന്. അവളുടെ അച്ഛന് വാക്ക് കൊടുത്തത് പാലിക്കാൻ അവൾ പഠിച്ചു നേടിയതാ പോലും. സത്യമായിട്ടും മേഡം, ഞാൻ നല്ലോണം പഠിച്ചു നേടിയതാണ്. ഓ പിന്നെ, നീ ആർക്കെങ്കിലും നിന്റെ കയ്യും കാലും കാട്ടി നേടിയതായിരിക്കും. അതാണല്ലോ നിന്റെയും നിന്റെ അമ്മയുടെയും പണ്ടേയുള്ള പണി. മേഡം, അങ്ങനെയൊന്നും പറയരുത് മേഡം. ഞാൻ പറഞ്ഞതിലാണോ ഇപ്പം കുറ്റം? നീ നിൽക്കുന്ന വീടും സ്ഥലവും ഏതാ? എന്റെ ആങ്ങളെ പ്രബേട്ടന്റെ മുന്നിൽ കള്ളക്കണ്ണീർ വീഴ്ത്തി നേടിയതല്ലടി. എന്നിട്ട് അവൾ കള്ളക്കണ്ണീർ വീഴ്ത്തുന്നു. നിന്ന് കിണുങ്ങാതെ കേരിപ്പൊടിയത്. അവളുടെ ഒരു കരച്ചില്. ദക്ഷണം കെട്ട ഓരോന്ന് കേരി വന്നോളൂ. എന്റെ ഫോണ് കാണുന്ന മൂടടക്കം പോയി. അവിടെ കിടക്കാർന്ന്. മോളെ സ്നേഹ, ഭാസ്കരേട്ടനോ? എന്താ ഭാസ്കരേട്ടാ? നീ കരയുകയാണോ മോളെ? ഏയ്, ഞാൻ കരയുന്നൊന്നുമില്ല ഭാസ്കരേട്ടാ. മോള് കള്ളം പറയണ്ട, ഞാൻ കണ്ടു നീ കരയുന്നത്. ഏയ്, അത് ഭാസ്കരേട്ടന് വെറുതെ തോന്നിയതാ. നിന്നെ കോളേജിൽ പോവാൻ വിട്ടില്ല അല്ലേ മേഡം? അത് പിന്നെ നമ്മളെ പോലെയുള്ള ജോലിക്കാർക്കൊക്കെ അവര് പറയുന്നത് അനുസരിക്കാനല്ലേ പറ്റൂ. അതൊന്നും സാരമില്ല ഭാസ്കരേട്ടാ, അവർ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഇവിടെ ജോലിയുള്ളത് കൊണ്ടല്ലേ. ഞാനെല്ലാം കേട്ടിരുന്നു. ഈ ഇട്ട ഡ്രസ്സിനടക്കം അവർ പറഞ്ഞു അല്ലേ? ഏയ്, അതൊന്നും സാരമില്ല ഭാസ്കരേട്ടാ, അതെല്ലാം നമ്മുടെ ഒരു വിധി. ഞാൻ അതെല്ലാം അപ്പോഴേ മറന്നു. ഇവിടെ ഇന്ന് കവിതാമില്ലാത്തത് കൊണ്ടാ നിനക്ക് പോവാൻ പറ്റാതെയായത്. എടി സ്നേഹ, നിന്നെ അതെ വിളിക്കുന്നു മേഡം. ഇവളെ എന്താ വിളിച്ചിട്ട്? എടി സ്നേഹ, വരുന്നു മേഡം. എത്ര കഷ്ടപ്പെട്ട് പഠിച്ചതാ, പാവം. എന്താ, എന്തിനാ വിളിച്ചത്? ആ ഞാൻ വിളിച്ചിരുന്നു. നീ ഇതൊന്നും കാണുന്നില്ലേ? ഈ തറയൊക്കെ ഒന്ന് നോക്ക്. ഇവിടെയൊക്കെ ആകെ അഴക്കായിട്ടാണുള്ളത്. നീ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യൂ. ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തോളാം. എന്നിട്ട് നീ ആ തൈലം എടുത്ത് എന്റെ കാലിൽ പിരട്ട്. എന്റെ കാലിന് വല്ലാണ്ട് വേദനയുണ്ട്. നിനക്കെന്റെ കാല് പിടിക്കാനും ഒരു ഭാഗ്യം ഇരിക്കട്ടെ. ഈ പുത്തൻ മനസ്സിലുള്ളവരുടെ കാലിലൊക്കെ മരുന്ന് പരട്ടുന്നത് ഞാൻ ഭാഗ്യമായി തന്നെയാണ് കാണുന്നത്. ഓ, നീ സെന്റി അടിക്കുകയാണോ? അയ്യോ അല്ല മേഡം, ഞാൻ പറഞ്ഞതാണ്. എന്നാ പെട്ടെന്ന് പോയി ഇവിടേക്ക് ക്ലീൻ ചെയ്ത് എന്റെ കാലിൽ വന്ന് മരുന്ന് പരട്ടടി. എന്നിട്ട് മനസ്സ് പഠിക്കേണ്ട പൂതി അങ്ങ് മാറ്റിവെക്ക്. അല്ലാണ്ട് നീയൊക്കെ പഠിച്ചിട്ട് വലിയ ഡോക്ടർ ആവാനുള്ള പൂതിയൊന്നും വെക്കണ്ട. ഡോക്ടറെ മക്കള് ഡോക്ടറാവും, എഞ്ചിനീയറുടെ മക്കൾ എഞ്ചിനീയറാവും, പണക്കാരുടെ മക്കൾ പണക്കാരാവും, വേലക്കാരിയുടെ മകള് വേലക്കാരിയായാൽ മതി. മനസ്സിലായോ നിനക്ക്? മനസ്സിലായി മേഡം. എടി, നിന്റെ പഠിക്കാൻ പോകുന്ന ആഗ്രഹമൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നിന്റെ അമ്മ എന്റെ കയ്യിൽ നിന്നും വാങ്ങിയ 10 ലക്ഷം രൂപയില്ലേ, അത് തിരിച്ചു തരാൻ നോക്ക്. അത് ഞാൻ എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് തന്ന് വീട്ടിക്കോളാം. മേഡം വന്നാ പൈസ തന്നത് കൊണ്ടാ എന്റെ അമ്മയുടെ ജീവൻ ഇന്ന് നിലനിൽക്കുന്നത്. അതിന് ദൈവം മേഡത്തിന് 100 പുണ്യം തരും. നിന്റെ ദൈവത്തിന്റെ പുണ്യവും പുണ്യമില്ലായ്മൊന്നും എനിക്ക് വേണ്ട.
അയ്യോ, അങ്ങനെയൊന്നും പറയരുത് മേഡം, ദൈവകോപം ഉണ്ടാവും. അങ്ങനെ ദൈവകോപം ഉണ്ടെങ്കിൽ ഞാനങ്ങ് സഹിക്കും. അല്ലെങ്കിൽ തന്നെ നിന്റെ അമ്മ എനിക്ക് വാക്കു തന്നതല്ലേ, എന്റെ മകളെക്കാട്ടും കൂടുതൽ മാർക്ക് നീ മേടിക്കില്ല എന്ന്. ആ ഒരു കരാറിലായിരുന്നല്ലോ നിന്റെ അമ്മയ്ക്ക് ഞാൻ 10 ലക്ഷം രൂപ കൊടുത്തത്. എന്നിട്ട് അവൾ എന്റെ മകളെക്കാട്ടും കൂടുതൽ മാർക്കും വാങ്ങിയിനി. അത് പിന്നെ അച്ഛൻ ആ സമയത്ത് മരണക്കിടക്കയിൽ കിടന്ന് പറഞ്ഞത് കൊണ്ടാ. മരിക്കുന്നവൻ അവിടുന്ന് മരിക്കട്ടെ എന്ന് വിചാരിക്കണമായിരുന്നു. മേഡം, എന്റെ അച്ഛനെ ഞാൻ മറ്റും പറഞ്ഞാലുണ്ടല്ലോ. എടി, നീ എന്നോട് കൈ ചൂണ്ടി സംസാരിക്കുന്നോ? ഞാൻ ചൂണ്ടി സംസാരിച്ചതല്ല മേഡം, മേഡമായിട്ട് എന്നെ കൊണ്ട് ചൂണ്ടിപ്പിച്ചതാണ്. അതേടി, ഞാൻ സംസാരിപ്പിച്ചത് തന്നെ. നീ എന്റെ മുന്നിൽ ഒച്ച വെക്കാൻ നോക്കുന്നോ? ഈ പ്രഭാവതി ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. മോളെ സ്നേഹ, നീ എന്തിനാ മോളെ അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? ഭാസ്കരേട്ട, എന്റെ അച്ഛനെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. മരിച്ചിട്ട് 6 അടി മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന എന്റെ അച്ഛനെ എന്തിനാണ് അവരങ്ങനെ പറഞ്ഞത്? അത് കേട്ട് സഹിക്കാൻ പറ്റാനിട്ട് പറഞ്ഞു പോയതാ. മോളെ സ്നേഹ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇതിനെല്ലാം അവര് നിന്നോട് പകരം വീട്ടും, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. സാരമില്ല ഭാസ്കരേട്ട, അതൊക്കെ എന്റെ ഒരു വിധി. ഭാസ്കരേട്ടൻ ചെല്ലി, ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. എടാ കിച്ചു, ഇനി അവൾ വരുമെന്ന് തോന്നുന്നില്ല. നിക്കടാ ആകാശ്, കുറച്ച് സമയവും കൂടി നോക്കാം. എത്ര സമയമായി ഇവിടെ നിൽക്കുന്നു? എല്ലാവരും ക്ലാസ്സിൽ കയറി. അവൾ ഈ കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ നേരത്തെ വരേണ്ട സമയമായില്ലേ? എടാ ആകാശ്, നീ പറഞ്ഞതൊക്കെ ശരി, എന്നാലും കുറച്ച് സമയവും കൂടി നോക്കാം. അഥവാ അവൾ വന്നാലോ? എനിക്ക് തോന്നുന്നില്ല ഇനി അവൾ വരുമെന്ന്. എടാ നിക്കടാ, കുറച്ച് സമയവും കൂടി നോക്കാം. ആ ശരി എന്നാൽ. കിച്ചു വലിയാ നിൽക്കുന്നത്, അവനെന്താ ക്ലാസ്സിൽ കയറാത്തത്? ആകാശമുണ്ടല്ലോ കൂടെ, എന്തിനായിരിക്കും അവരവിടെ നിൽക്കുന്നത്? ആരെയോ വെയിറ്റ് ചെയ്യുകയോ? എടി മായ, നീ എന്താ നോക്കുന്നത്? എടി, കിഷോറും ആകാശം കൂടി ഗേറ്റിന്റെ അടുത്ത് നിൽക്കുന്നു. അവരെന്തിനാ അവിടെ നിൽക്കുന്നത്? നിൽപ്പ് കണ്ടിട്ട് ആരെയോ വെയിറ്റ് ചെയ്യുന്നത് പോലെയുള്ളത്. നീ എന്താ ഈ പറയുന്നത്? വെയിറ്റ് ചെയ്യുന്നെന്നോ? ആരെ വെയിറ്റ് ചെയ്യുന്നത് അവര്? അറിയില്ല, നീ ഇവിടെ ഇരിക്കും, ഞാനൊന്ന് ചെന്ന് നോക്കിയിട്ട് വരാം. നീ പെട്ടെന്ന് വരണേ, ക്ലാസ്സിൽ കയറാനുള്ളതാ. ഓ, ഇന്ന് ക്ലാസ്സിൽ കയറിയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, ഞാൻ ചെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് വരാം. എടാ കിച്ചു, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അത് ചോദിക്കാൻ നീ ആരാ? എനിക്കത് ഇവിടെ നിന്നൂടെ? ഇവൻ ഇങ്ങനെ ദേഷ്യപ്പെടണമെങ്കിൽ കാര്യമായ ആരെയോ ആണ് ഇവൻ വെയിറ്റ് ചെയ്യുന്നത്. അതിന് നീ എന്തിനാ ചൂടാവുന്നത്? ഞാൻ ചോദിച്ചതല്ലേ നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന്. നിനക്കെന്താ ക്ലാസ് ഇല്ലേ? നീ എന്തിനാ ഇവിടെ വന്നത്? നിന്നെ ഇവിടെ കണ്ടു, ഞാൻ വന്നു. അതിനെന്താ കുഴപ്പം? നീ ഇങ്ങനെ എന്റെ പുറകിൽ എപ്പോഴും നടക്കണ്ട. ഞാൻ എന്തോ ഏതോ ആയിക്കോട്ടെ, നീ എന്റെ പുറകെ ഇങ്ങനെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആകാശ്, നീ സത്യം പറ, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? അത് പിന്നെ ഇവൻ ഒരാളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാ. ആകാശ്, നീ അവളോട് സംസാരിക്കാൻ നിൽക്കണ്ട. കുറെ സമയമായി വെയിറ്റ് ചെയ്യുന്നു, അവളിട്ട് വരുന്നുമില്ല. മടുത്തു മനുഷ്യന്. അവളോ? ആരുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? അത് പിന്നെ ഇവൻ ഒരു പെൺകുട്ടിയെ കണ്ടു, ഇവൻ അവൾ വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാ. എന്ത്? നീ എന്താ ഈ പറയുന്നത്? ഇവൻ വെയിറ്റ് ചെയ്യുന്ന പെൺകുട്ടി ഏതാ? ഏതാ എന്താ എന്നൊന്നും അറിയില്ല. പിന്നെ ഊരും പേരും അറിയാത്തവളെയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? മായ, നീ ക്ലാസ്സിലേക്ക് പോട്. ഞാൻ ക്ലാസ്സിൽ പോണോ പോണ്ടേന്ന് ഞാൻ തീരുമാനിക്കും, നീ പറയണ്ട. എടി നിന്നെ ഞാൻ, ആകാശ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവളോട് സംസാരിക്കണ്ട എന്ന്. പിന്നെ ഏതാ എന്താ എന്നൊന്നും അറിയാത്ത അവൾക്ക് വേണ്ടി എത്ര സമയമായി നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. കോളേജ് തുറക്കുന്നതെന്ന് ഓഫീസും ചോദിച്ച് വന്നതല്ലാതെ പിന്നെ അവളെ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെയുള്ള അവൾക്ക് വേണ്ടി എന്തിനാ നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യുന്നത്? ആകാശ്, നീ എന്താ പറഞ്ഞത്? എപ്പോൾ കണ്ടെന്നാ പറഞ്ഞത്? കോളേജ് തുറക്കുന്നതെന്ന് നമ്മളൊക്കെ ഗ്രൗണ്ടിൽ ഇരിക്കുമ്പോൾ ഒരു പെൺകുട്ടി വന്നില്ലേ, ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചു വന്ന പെൺകുട്ടി. ആ, വന്നിരുന്നു. അവളെയാ ഇവൻ കാത്തു നിൽക്കുന്നത്. അപ്പോ ഇവൻ കാത്തുനിൽക്കുന്നത് സ്നേഹയെയാണോ? അപ്പൊ സ്നേഹ ഇവന്റെ കളിക്കൂട്ടുകാരിയാണെന്ന് ഇവനിക്കറിയില്ല അല്ലേ? ആരാണെന്ന് മനസ്സിലാവാതെയാണ് ഇവൻ അവളെ കണ്ടത്. എടി മായ, നീ എന്താ ആലോചിക്കുന്നത്? ഞാനൊന്നും ആലോചിച്ചില്ല ആകാശ്. എന്നാൽ ശരി, ഞാൻ വരുന്നു. അതെന്താ അവൾക്ക് പറ്റിയത്? ആ, ആർക്കറിയാം. എടാ, ഇനി അവൾ വരുമെന്ന് തോന്നുന്നില്ല. വാ നമുക്ക് പോകാം. ശരി എന്നാൽ. ഗൗരി പോയോ? അമ്മയെ ഒന്ന് വിളിച്ചു നോക്കാം. അമ്മയോട് ഇവിടെ നടന്ന സംഭവമൊക്കെ പറയാം. റിങ് ചെയ്യുന്നുണ്ടല്ലോ, എടുക്കുന്നില്ലല്ലോ. ഇവളെന്താ ക്ലാസ്സിൽ കയറിയില്ലേ? ഈ സമയത്ത് ഇതിനെ വിളിക്കുന്നത് എന്താ? നീ എന്താ ക്ലാസ്സിൽ കയറിയില്ലേ? ക്ലാസ്സിൽ കയറാത്തത് കൊണ്ട് പലതും അറിഞ്ഞു. അറിഞ്ഞു എന്നോ? എന്ത്? നീ പറയുന്നതൊക്കെ സത്യമാണോ? അല്ല, കളവ്. അവൾ എന്താ ആക്കുന്നത് അവിടുന്ന്? അവൾ ഇവിടെയുണ്ട്, ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടാണുള്ളത്. അത് നന്നായി. ഒരു കാരണവശാലും കിഷോറും സ്നേഹിയും തമ്മിൽ കാണരുത്. നീ പറഞ്ഞത് ശരിയാ. അത് സംഭവിക്കാൻ ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. എന്നാ ശരി, അവൾ എന്താ ചെയ്യുന്നതെന്ന് പോയി നോക്ക്.
കിഷോർ എന്റേതാണ്, എന്റേത് മാത്രം. ഓഹോ, ജോലിയൊന്നും ചെയ്യാതെ ഇവിടുന്ന് മൂളിപ്പാട്ടും പാടി സ്വപ്നം കാണുകയാണല്ലേ? അയ്യോ അല്ല മേഡം, ഞാൻ ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ടെന്നാ നീ പറയുന്നത്? അയ്യോ അമ്മേ. അയ്യോ സ്നേഹ, എന്ത് പറ്റി മോളെ? ഏയ് ഒന്നുമില്ല ഭാസ്കരേട്ടാ. എന്നാൽ നീ അവിടുന്ന് എഴുന്നേൽക്ക്. മേഡം, നിങ്ങൾ ഇങ്ങനെ കണ്ണിച്ചറിയില്ലാത്ത കളി കളിക്കരുത് കേട്ടോ. അല്ല, നിനക്കൊക്കെ ഇവിടുന്ന് ശമ്പളം തരുന്നത് ഇവളെ പോലെയുള്ളവർക്ക് ശിങ്കിടിപ്പണി എടുക്കാനാണോ? അവൾ കൊത്താശയുമായി വന്നിരിക്കുന്നു. ഇവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ മേഡം നിങ്ങൾ ഇവളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. നിന്നെ ഞാൻ ഏൽപ്പിച്ച ജോലിയൊക്കെ നീ ചെയ്തു തീർത്തോ? നീ പോയി മുറ്റത്തുള്ള വണ്ടിയൊക്കെ കഴുകിയിട്. ഭാസ്കരേട്ടാ സാരമില്ല, ഭാസ്കരേട്ടൻ ചെല്ലി. മോളെ, സാരമില്ലെന്ന് പറഞ്ഞില്ലേ, ചെല്ലി. അവള് നേരം വെളുത്തിറങ്ങി പോന്നതാണല്ലോ, തിരിച്ചെത്തിയില്ലല്ലോ. എന്ത് പറ്റിയാവോ? ഇതെന്താ ആരെയും കാണുന്നുമില്ലല്ലോ ഇവിടെ? ഇതാരാ? ശോഭേച്ചിയോ? എന്തല്ല ഭാസ്കര, നിന്നെ കൊറേ ആയല്ലോ കണ്ടിട്ട്. എന്നെ കാണാനിട്ടൊന്നുമല്ല, ശോഭേച്ചി കുറെ ദിവസമായാലും ഇങ്ങോട്ട് വരാത്തത്, അതുകൊണ്ട് തോന്നുന്നതാ. അത് നീ പറഞ്ഞ ശരിയാ, തീരെ സുഖമില്ലായിരുന്നു. സ്നേഹയെ അതുകൊണ്ട് ഇങ്ങോട്ട് വരാറ്. അവൾ അവളുടെ കോളേജ് പോലും കട്ടാക്കിയിട്ടാ വരുന്നത്. പാവം എന്റെ കുട്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ പറഞ്ഞ ശരിയാ ശോഭേച്ചി, അവളുടെ കഷ്ടപ്പാട് അതൊരു വല്ലാത്ത കഷ്ടപ്പാട് തന്നെ. ആ പ്രഭാവതിയും മകളും കൂടി എന്തൊരു ഉപദ്രവിക്കല അവളെ. അയ്യോ, എന്റെ മോക്ക് എന്ത് പറ്റി? അവര് രണ്ടുപേരും കൂടി അവളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുക ഇവിടുന്ന്. ദൈവമേ, ഞാൻ വാങ്ങിയ പണത്തിന് എന്റെ മകളെയാണല്ലോ അവരിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്. എന്റെ വയറ്റിൽ പിറന്നു എന്നുള്ളൊരു തെറ്റ് മാത്രമേ എന്റെ മകൾ ചെയ്തിട്ടുള്ളൂ. മതി, ഞാനൊന്നും പറഞ്ഞില്ല. ശോഭേച്ചി ഇത് കേട്ടിട്ട് ഇനി മനസ്സ് വിഷമിപ്പിക്കേണ്ട. അകത്തേക്ക് ചെല്ലി, അവളുണ്ടകത്ത്. അവരോട് വാങ്ങിയ പണം എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണം, എന്നാലേ എന്റെ മകൾക്കും എനിക്കും ഒരു സ്വസ്ഥതയുണ്ടാവും. ഇതാര് കുഞ്ഞോ? എന്തല്ല ശോഭേച്ചി, സുഖം തന്നെയോ? ആ മോനെ, സുഖം തന്നെ. മോനെ എത്രയായി കാണാത്തത്? വിദേശത്ത് ഇപ്പോൾ ഇങ്ങ് പോന്നു അല്ലേ? അതേതായാലും നന്നായി, ഇവിടുത്തെ കോളേജിൽ കിട്ടിയത് കൊണ്ടാണല്ലോ ഇങ്ങനെ വരാനായത്. സീറ്റ് കിട്ടിയതുകൊണ്ട് ഇങ്ങ് പോന്നു. അല്ലെങ്കിൽ തന്നെ അച്ഛന്റെ നിർബന്ധം കൊണ്ടാണല്ലോ ഞങ്ങളങ്ങ് പോയത്. അല്ല, മോന്റെ അച്ഛൻ വരുന്നില്ലേ? ആ, അച്ഛൻ വരണമെന്ന് പറയുന്നുണ്ട്. അല്ല, ശോഭേച്ചിയുടെ മകൾ സ്നേഹ ഇപ്പോൾ എവിടെയാ? ഓ, അവളും നിന്നെ പോലെ തന്നെ പഠിക്കുകയാ. പഠിക്കുകയോ? എവിടെ? അത് പിന്നെ മോനെ കിച്ചു, അമ്മ വന്നോ? അയ്യോ, മേഡം ഇവിടെ ഇല്ലായിരുന്നോ? ഇല്ല, ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോയിരുന്നു. ആണോ? അമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെ. നിന്റെ അസുഖമൊക്കെ കുറഞ്ഞോ? ആ, കുറഞ്ഞു. ഇപ്പോൾ കുറച്ച് സുഖമുണ്ട്. നിനക്ക് നിന്റെ അസുഖമൊക്കെ മാറിയിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. മോള് രാവിലെ വന്നതല്ലേ, അവളെ കാണാനിട്ട് വന്നതാ. ആ, അവളെന്നാൽ അകത്തുണ്ടാവും, നീ ചെല്ല്. അല്ല കിച്ചു, നീ എങ്ങോട്ടേക്കാ പോവാൻ ഒരുങ്ങിയത്? കോളേജ് വിട്ടു വന്നിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്കും പോവാൻ നോക്കുകയാണോ? എന്റെ അമ്മക്കുട്ടി, ഞാൻ എവിടെയും പോവാൻ നോക്കുന്നതല്ല, പോയി വന്നതാണ്. എവിടെയാ നീ പോയത്? ഞാൻ കോളേജ് വിട്ടു വരുമ്പോൾ അമ്മക്കുട്ടി ഇവിടെ ഇല്ലാലോ. നീ വരുമ്പോഴേക്കും എത്തണമെന്നുണ്ടായിരുന്നു, പക്ഷെ അമ്മൂമ്മ വിട്ടില്ല. അമ്മക്കുട്ടി ഇല്ലാത്തത് കൊണ്ട് ഒരു സുഖവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആകാശിന്റെ അടുത്ത് പോയതാ. ശരി നടക്കുന്നാൽ. ഞാൻ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചു കിട്ടിയ സീറ്റാ. എനിക്ക് അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ. മോളെ, അയ്യോ അമ്മയോ? അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ വെറുതെ വന്നതാ, നിന്നെ കാണാനിട്ട് വന്നതാ. അമ്മയോട് ഡോക്ടർ പറഞ്ഞതല്ലേ കുറച്ച് റെസ്റ്റ് എടുക്കാൻ. ഓ, അതൊന്നും ഇനി വേണ്ട. വേണ്ടാന്നോ? വീണ്ടും അസുഖം വരുത്തി വെക്കാനാ? അതല്ല മോളെ, എനിക്ക് സുഖമുണ്ടിപ്പോൾ. അല്ല, നീ എന്താക്കുകയാ? ഓ, ഞാനിതാ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. കവിതാമ്മ ഇവിടെ ഇല്ല, ഇപ്പോൾ വരും. ആണോടാ? കവിതാമ്മ വന്നിരുന്നാൽ. ആണോ? കവിതാമ്മ വന്നേ? ആ, കവിതാമ്മ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അല്ല, നീ എന്തെന്ന് കോളേജിൽ പോവാതിരുന്നതേ? അമ്മയോട് പ്രഭാവതി മേഡം വിടയിട്ട കോളേജിൽ പോവാത്തതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വല്ലാണ്ട് സങ്കടമാവും. ഞാൻ എന്താ ഇപ്പൊ പറയുക? മോളെ സ്നേഹ, നീ എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ലമ്മേ. നിന്നോട് ഞാൻ ചോദിച്ചത് നീ എന്താ കോളേജിൽ പോവാതിരുന്നതെന്ന്. ഓ, അത് ഇന്ന് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞു, അതുകൊണ്ടാ. ആണോ? ഞാൻ വിചാരിച്ചു വേറെന്തോ കൊണ്ടാണെന്ന്. അമ്മയോട് കള്ളം പറഞ്ഞതിന് അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മേ. അല്ല മോളെ സ്നേഹ, നിനക്കെന്താ പറ്റിയത്? നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ലമ്മേ. അമ്മ പോയി അവിടെ ഇരുന്നോ, ചായ പതക്കുന്നുണ്ട്, ഞാൻ കുറച്ച് അമ്മയ്ക്കും തരാം. ആ ശരി, ഞാൻ കുറച്ചിവിടെ ഇരിക്കട്ടെ. ഞാൻ ഈ കേൾക്കുന്ന സത്യമാണോ അമ്മേ? നീ കേട്ടതൊക്കെ ശരിയാ. എന്നിട്ട് ആ സ്നേഹയുടെ തലയൊന്നും പൊട്ടിയില്ലേ? അതാ എന്റെ ഒരു സങ്കടം. അയ്യോ, എന്തു പറ്റിയതാ?
അവളുടെ തല പൊട്ടിക്കണമെന്ന് വിചാരിച്ചതാ, പക്ഷെ പറ്റിയില്ല. സാരമില്ലമ്മേ, അടുത്ത പ്രാവശ്യം നമുക്കത് സാധിക്കാം. നീ പറഞ്ഞതൊക്കെ ശരിയാണോടാ? എന്റെ അമ്മക്കുട്ടി, ഞാൻ പറഞ്ഞതൊക്കെ ശരിയാ. വരുന്നുണ്ട് അമ്മയും മകനും. അമ്മയും മോളും തമ്മിൽ എന്തായാലും കുശലം പറച്ചിൽ? ഏയ്, ഞങ്ങളിങ്ങനെ നാട്ടുവർത്താനം പറയുക ഏട്ടത്തി. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഓ, അമ്മയ്ക്ക് സുഖം തന്നെ. അല്ല, ഏട്ടത്തി കിച്ചുവിന്റെ കൂടെയാണോ വന്നത്? അല്ല, ഞാൻ പോയതുപോലെ തിരിച്ചു വന്നു. സ്നേഹ മോളെ, കുറച്ച് വെള്ളം കൊണ്ടുവാ. അമ്മേ, അമ്മ ഇതാരെയെ വിളിക്കുന്നത്? അതോ, അത് ശോഭേച്ചിയുടെ മകളെ സ്നേഹേ. ഓ, അവൾ ഇപ്പോഴും ഇവിടെയുണ്ടോ? എടി എടി മായ, എന്താ എന്താ അമ്മേ? എടി കവിതാമ്മക്ക് നീ കൊടുക്ക് വെള്ളം. ഞാൻ എന്തിനാ അമ്മേ വെള്ളം കൊടുക്കുന്നത്? ആ വേലക്കാരി പെണ്ണ് തന്നെ എടുത്തു കൊണ്ടുവരട്ടെ. എടി പോത്തെ, നീ കിച്ചു നിൽക്കുന്നത് കാണുന്നില്ലേ? അത് അമ്മ പറഞ്ഞത് ശരിയാണല്ലോ. നീ ഇവിടുന്ന് ശരിയും തെറ്റും തിരുത്താതെ പോയി വെള്ളം എടുത്തു വാ. ശരി അമ്മേ. അല്ല, അമ്മയും മകളും തമ്മിൽ എന്തായാലും കുശലം പറച്ചൽ? ഒന്നുമില്ല ഏട്ടത്തി, ഈ മായ ചോദിക്കുകയാ. എന്താ മായ ചോദിക്കുന്നത്? കവിത അമ്മ എന്തേ എന്നോട് വെള്ളത്തിന് പറയാത്തതെന്ന്. ഓ, അതാണോ? അത് നിനക്ക് ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതിയാ? സ്നേഹയില്ലേ, അവൾ കൊണ്ടുത്തരും വെള്ളം. ബുദ്ധിമുട്ടോ? കവിതാമ്മ എന്തായി പറയുന്നത്? അതെ അതെ, അവൾക്ക് ഏട്ടത്തിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ ഇഷ്ടമാ. അല്ല, അപ്പച്ചിക്കും മായക്കും എന്തോ ദുരുദ്ദേശമുണ്ടല്ലോ. അതെന്താ കിച്ചു നീ അങ്ങനെ പറഞ്ഞത്? അല്ല, നിങ്ങൾ സാധാരണ ഇങ്ങനെയല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അമ്മേ, ഞാൻ എത്ര സ്നേഹത്തോടെയാ പറഞ്ഞത്, എന്നിട്ട് ഇവൻ പറയുന്നത് കേട്ടോ? സാരമില്ല, നീ കരയണ്ട. ഏട്ടത്തി ഇത് കാണുന്നില്ലേ ഇവളുടെ ഒരു സങ്കടം? അമ്മേ, അമ്മ ഇവളുടെ കള്ളക്കണ്ണീരൊന്നും കണ്ടു വീഴണ്ട. മോനെ കിച്ചു. അമ്മേ, അമ്മ ഇവൻ പറയുന്നത് കേൾക്കുന്നില്ലേ? എന്റെ കണ്ണിൽ നിന്നും വരുന്നത് കള്ളക്കണ്ണീരാ പോലെ, കള്ളക്കണ്ണീർ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മോളെ മോയെ, അവൻ അവിടുന്ന് പറഞ്ഞോട്ടെ. മോള് ചെല്ലി കുറച്ച് വെള്ളം എടുത്ത് ഏട്ടത്തിക്ക് കൊണ്ടു കൊടുക്ക്. ശരി അമ്മേ. പാവം എന്റെ കുട്ടി, അവൾ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പ്രഭാവതി, കിച്ചു വെറുതെ ഒരു തമാശ പറഞ്ഞതാ, അത് നീ കാര്യമാക്കേണ്ട. എത്ര പറഞ്ഞാലും ഈ അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഏട്ടത്തി വെറുതെ പറയുന്നതാ, അവൻ തമാശ പറഞ്ഞതൊന്നുമല്ല. അവനിക്ക് എന്റെ മകളെ കണ്ടുകൂടാ. എടാ കിച്ചു, ഇതിന് ഞാൻ നിനക്ക് തരും. എടാ കിച്ചു, അവിടെ നിൽക്കേ. ഇല്ല, ഞാൻ നിൽക്കുന്നില്ല. അമ്മയ്ക്ക് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അതല്ല പ്രഭേ, അവര് മക്കളല്ലേ, അതുകൊണ്ട് നീ അതൊന്നും കാര്യമാക്കേണ്ട. അമ്മേ, ഇതാ ചായ. അമ്മ ഇത് കുടിക്ക്. ഇന്ന് അമ്മ ഇത് കുടിക്കു കേട്ടോ. ഞാൻ കവിതാമ്മയ്ക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ട് വരാം. വെള്ളമോ? അതെന്തിനാ മോളെ? അതല്ല അമ്മേ, കവിതാമ്മ ഇപ്പോൾ പുറത്തു നിന്ന് വന്നതല്ലേ. ആ, മോള് പറഞ്ഞ ശരിയാ, ഞാനത് മറന്നുപോയി. എന്റെ മകൾക്ക് ഈ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം കാണുമ്പോൾ മനസ്സ് നിറഞ്ഞു പോവുകയാ. ഇതെന്താ അമ്മ ചായ കുടിക്കില്ലേ? ഓ, ഞാൻ നിന്റെ കളി കണ്ട് ചായ കുടിക്കാൻ മറന്നു. എന്റെ കളി കൊണ്ടോ? ഈ അമ്മ എന്തൊക്കെയായി പറയുന്നത്? ഓഹോ, നീ നിന്റെ അമ്മയെ സൽക്കരിക്കുക ഇവിടുന്ന് അല്ലേ? അയ്യോ, കുഞ്ഞെന്തൊക്കെയായി പറയുന്നത്? ഇപ്പോൾ ഞാൻ പറഞ്ഞതാ കുറ്റമല്ലേ? നിങ്ങൾ ചെയ്യുന്നതല്ല. എന്റെ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായ കൊടുത്തതിനാണോ നീ ഇങ്ങനെ പറയുന്നത്? എന്റെ കൺമുന്നിൽ നിന്ന് നീ ഒരു ഗ്ലാസ് ചായ കൊടുത്ത് കാണാതെ നീ എന്തൊക്കെ കൊടുക്കുന്നുണ്ടാവും? അവൾ അവളുടെ അമ്മയുടെ തടി നന്നാക്കാൻ നോക്കുന്നു. അയ്യോ കുഞ്ഞ്, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ പറയുന്നതാണോ കുറ്റം? നിങ്ങൾ ചെയ്യുന്നതല്ലേ? ഓസിയിൽ കിട്ടുന്നതൊക്കെ വാരി വലിച്ച് തിന്നാൻ നടക്കുന്നു രണ്ടെണ്ണവും. അയ്യോ, കുഞ്ഞെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? കുഞ്ഞെ, ഇങ്ങനെയൊന്നും പറയരുത്, ദൈവകോപം കിട്ടും. ഓഹോ, എന്റെ വീട്ടിൽ നിന്നിട്ട് എന്നെ ശപിക്കുന്നോ? കൊള്ളാലോ നിങ്ങൾ രണ്ടുപേരും. അമ്മേ, അമ്മ ഇതൊന്നും കാര്യമാക്കേണ്ട. ഞാനിത് കവിതാമ്മയ്ക്ക് കൊടുത്തിട്ട് വരാം. ആ മോളെ, ഈ വെള്ളം നീ കൊണ്ടു കൊടുക്ക്. മോളെ സ്നേഹ. ആ, ഭാസ്കരനോ? എന്താ ഭാസ്കര? അല്ല, സ്നേഹ പറഞ്ഞു പച്ചക്കറിയൊക്കെ തീർന്നെന്ന്. ഞാൻ മാർക്കറ്റിൽ പോവുകയാ. എന്താ വേണ്ടതെന്ന് ചോദിക്കാൻ വന്നതാ. താൻ മാർക്കറ്റിൽ പോവേണ്ട. മായ, മുതിർന്നവരോട് ഇങ്ങനെ സംസാരിക്കരുത് മായ. നീ എന്റെ സംസാരം ഒന്ന് ശരിയാക്കാൻ വരണ്ട. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി കേട്ടോ. അയ്യോ, ഞാൻ മാർക്കറ്റിൽ പോയില്ലെങ്കിൽ വേറെ ആരാ പോവുക? ഇതാ ഇവള് പോകൂ. നീ ആ വെള്ളം ഇങ്ങു കൊണ്ട. കവിതാമ്മയ്ക്ക് ഞാൻ കൊടുത്തോളാം വെള്ളം. നീ അങ്ങനെ വല്ല ആളാവാൻ നോക്കണ്ട. നീ പോയി മാർക്കറ്റിൽ പോയി പച്ചക്കറിയൊക്കെ വാങ്ങി വാ. ഇതാ വെള്ളം. ഞാൻ വലിയ ആളാവാനൊന്നും നോക്കിയതല്ല. കവിതാമ്മ ഇപ്പോൾ വന്നതല്ലേ, അതുകൊണ്ട് വെള്ളം വേണമെന്ന് കരുതി കുറച്ച് കൊടുക്കാമെന്ന് തോന്നിയതാ. നീ അങ്ങനെ നോക്കണ്ട കവിതാമ്മയുടെ കാര്യമൊക്കെ. അതൊക്കെ നോക്കാൻ ഞാനുണ്ട് ഇവിടെ. മനസ്സിലായോ നിനക്ക്? അതിനെന്താ, അത് നല്ല കാര്യമല്ലേ. നല്ലതോ വെടക്കോ എന്നൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഇവിടുന്ന് നൊടിയാതെ പോയിട്ട് സാധനം മേടിച്ചിട്ട് വാ. ഓൾ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. അയ്യോ മോളെ, മോളാണോ മാർക്കറ്റിൽ പോകുന്നത്? മോളെ സ്നേഹ, നിനക്ക് വല്ലാണ്ട് വിഷമമായി അല്ലേ? എന്തിനി? അതൊന്നും സാരമില്ലമ്മേ. ഭാസ്കരേട്ടാ, മാർക്കറ്റിൽ ഞാൻ പോയിക്കോളാം. ഭാസ്കരേട്ടൻ ചെല്ലി. എന്നാ ശരി മോളെ. മോളെ, നിനക്ക് എന്താ മോളെ എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പാട് മാത്രം? അമ്മേ,
ഇതൊക്കെയാണോ കഷ്ടപ്പാട്? അതല്ല മോളെ, ഞാൻ പറഞ്ഞതാ. അമ്മയുടെ ചായ ചൂടാറിയും തോന്നും അല്ലേ? ഇന്നാ മോളെ, എനിക്കിത് വേണ്ട ഇപ്പോൾ. അയ്യോ, ഞാൻ ഇത് ചൂടാക്കി തരാം അമ്മേ. വേണ്ട വേണ്ട, എനിക്കിപ്പോൾ ഇതൊന്നും വേണ്ട ഇനി. നീ എന്നാൽ മാർക്കറ്റിൽ ചെല്ലാൻ നോക്ക്. ഇതൊന്നും ആ കവിതാമ്മ അറിയുന്നുണ്ടാവില്ല. അമ്മ എന്തായി പറയുന്നത്? എന്തറിയുന്നുണ്ടാവില്ല എന്നാ പറയുന്നത്? നിന്നെ അവരിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് തന്നെ. ഓ, അതാണോ ഇത്ര വലിയ കാര്യം? വെറുതെ അമ്മ അതും ഇതും ആലോചിച്ച് ഇനിയും അസുഖം വരുത്തി വെക്കണ്ട. അല്ല മോളെ, ഞാൻ മതി മതി, ഇനി ഒന്നും പറയണ്ട. ഒന്ന് പെട്ടെന്ന് ചെല്ല്. പാവം എന്റെ അമ്മ, ആ ചായ പോലും കുടിക്കാൻ പറ്റാതെയായല്ലോ. അയ്യോ, സമയം കുറെ ആയല്ലോ, മാർക്കറ്റിൽ പോവാനുള്ളത്. ആകാശ്, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? മാഷോ? ഒന്നുമില്ല മാഷേ, എന്റെ ഒരു ഫ്രണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ട്. ഏത് ഫ്രണ്ട്? കിഷോറാണോ? അല്ല, കിഷോർ അല്ല, വേറെ ഫ്രണ്ടാ. മാഷ് സൂപ്പർ മാർക്കറ്റിലേക്കാണോ? അതെ അതെ, ഞാനെന്നാൽ പോയിട്ട് വരാം. എന്നാ ശരി. ഇവനെന്താ വരാത്തത്? കുറെ സമയമായല്ലോ പോയിട്ട്. ഇത് പിന്നെ നല്ല പരിചയമുള്ള മുഖം. അതെ, അവള് തന്നെ. ഇത് സൂപ്പർ മാർക്കറ്റിലേക്കാണെന്നാ തോന്നുന്നത്. അയ്യോ, ഇപ്പോൾ തന്നെ സമയം വൈകി. അതെ, അവിടേക്ക് തന്നെ. പെട്ടെന്ന് കിഷോറിനെ വിളിക്കാം. അവളെ എങ്ങനെ കണ്ടെത്തും? ഒരു തരത്തിലും പറ്റുന്നില്ലല്ലോ. ആരാ വിളിക്കുന്നത്? ഒന്ന് കിടക്കാനും സമ്മതിക്കില്ല. ആകാശാണല്ലോ. ആ ആകാശ്, എന്താ? എന്ത്? നീ പറഞ്ഞത് സത്യമാണോ? നീ എന്നാൽ അവിടെ തന്നെ നിൽക്കൂ, ഞാനിതാ എത്തി. അങ്ങനെ എന്റെ കാത്തിരിപ്പിനൊരർത്ഥമുണ്ടായി. പെട്ടെന്ന് ചെല്ലാം. അല്ല ഏട്ടത്തി, ഈ ഏട്ടൻ വരുന്നു വരുന്നു എന്ന് പറയുന്നതല്ലാതെ വരുന്നില്ലേ? അറിയില്ല പ്രഭാപതി. പ്രവേട്ടൻ ഇന്നും വിളിച്ചിരുന്നു, വരുന്നു എന്ന് പറഞ്ഞു. അങ്കിൾ ഒന്ന് പെട്ടെന്ന് വന്നാ മതിയായിരുന്നു. അങ്കിൾ വന്നിട്ട് എന്താ നിന്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായി. ഈ അമ്മയുടെ ഒരു കാര്യം എന്താ അവൾ ഉദ്ദേശിച്ചത്? ഏട്ടൻ വന്നാലല്ലേ കിഷോറിന്റെയും ഇവളുടെയും കാര്യം ഒരു ഉറപ്പ് വരുത്താൻ പറ്റൂ. അതാ അവൾ ഉദ്ദേശിച്ചത്. അമ്മേ, കിച്ചു, ഇവര് നമ്മുടെ കല്യാണക്കാരൻ സംസാരിക്കുകയാ. അമ്മേ, ഞാനൊന്ന് പുറത്തു പോവുകയാ കേട്ടോ. എവിടേക്കാ മോനെ? ആകാശിന്റെ അടുത്തേക്കാ. നീ ഇപ്പോഴല്ലേ അവന്റെ അടുത്ത് നിന്ന് വന്നത്? ആ, അവൻ വീണ്ടും വിളിച്ചു. ഞാൻ പെട്ടെന്ന് വരാം, നേരമില്ല. നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ കേട്ടോ. എടി മായ, എന്താ അമ്മേ? നീ കിഷോറിന്റെ പോക്ക് ശ്രദ്ധിച്ചോ? എന്ത് പറ്റി? അവൻ ആരെയോ പെട്ടെന്ന് കാണാനുള്ള പോക്കല്ലേ പോയത്? ആ അതെ, അവൻ ആകാശിനെ കാണാൻ പോയതല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അതെന്താ അമ്മ എന്തങ്ങനെ പറയാൻ കാരണം? നമ്മൾ അവനോട് പറഞ്ഞില്ലേ നിങ്ങളുടെ കല്യാണക്കാരുമായി ഇവിടെ സംസാരിക്കുന്നതെന്ന്? ആ പറഞ്ഞിരുന്നു, അതിനെന്താ കുഴപ്പം? അവൻ സാധാരണ ഉള്ളതുപോലെയാണെങ്കിൽ അവൻ എന്തെങ്കിലും പ്രതികരിക്കുമായിരുന്നു. ഇപ്പോൾ അവൻ അത് കേട്ടത് പോലുമില്ല. അവനിക്ക് എന്നോട് ഇഷ്ടം തോന്നി തുടങ്ങി കാണും അമ്മേ. ഒന്ന് പോടി വണ്ടി. അതൊന്നുമല്ല കാരണം, അവൻ എന്തോ ആരെയോ കാണാൻ വേണ്ടി പോയതാ. എന്റെ അമ്മേ, അമ്മയുടെ ഈ ഊഹിക്കലില്ലേ, അതൊന്ന് നിർത്തുമോ? നിനക്ക് പിന്നെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ പണ്ടേ ഉള്ളതാണല്ലോ എന്നെ ഇങ്ങനെ പുച്ഛിക്കൽ. എന്റെ അമ്മേ, ഞാൻ അമ്മയെ പുച്ഛിച്ചതൊന്നുമല്ല. പിന്നെ നീ പുച്ഛിച്ചതല്ലാതെ? എന്റെ അമ്മേ, കിഷോർ ആകാശിന്റെ അടുത്ത് തന്നെ പോയതായിരിക്കും. ഇനി ഇപ്പോൾ അവന്റെ അടുത്തല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അത് നീ പറഞ്ഞ ശരിയാ. ആ സ്നേഹയെ കാണുന്നതിന് മാത്രമല്ലേ പേടിക്കട്ടു? അതെ അതെ, അവളാണെങ്കിൽ ഇവിടെ ഇല്ലതാണ്. എന്താ നീ പറഞ്ഞത്? അല്ല, ഞാൻ അവളെ സൂപ്പർ മാർക്കറ്റിലേക്ക് അയച്ചു. സൂപ്പർ മാർക്കറ്റിലേക്ക് അയച്ചെന്നോ? എന്തിനി? അതിനിവിടെ ഭാസ്കരൻ ഇല്ലേ? ഭാസ്കരേട്ടൻ പോവാൻ നോക്കിയതാ, ഞാനാ പറഞ്ഞത് അവളോട് പോകാൻ. എവിടെയാണെങ്കിൽ അവൾ ചൊറയായിട്ട് വന്നോളൂ. എന്താ അമ്മേ അതിന് കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? ആ, എന്താ കുഴപ്പം? ചിലപ്പോൾ അവൻ പുറത്തു നിന്നും അവളെ കണ്ടാൽ? അയ്യോ, കാണുമോ അമ്മേ? ഇല്ലായിരിക്കും. അവൻ ആകാശിനെ കാണാൻ പോയതല്ലേ, അവൾ സൂപ്പർ മാർക്കറ്റിലേക്കല്ലേ പോയത്. അങ്ങനെ ആവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവമേ, ചതിക്കല്ലേ. ആ, നീ എത്തിയോ? എവിടെ ആകാശ്? അവൾ ഇതിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. സത്യമല്ലേ നീ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യമല്ലെങ്കിൽ നിന്നെ വിളിക്കുമോ? എന്നാ നീ വാ, നമുക്ക് ചെന്ന് നോക്കാം. ഞാൻ വരണ്ട, നീ തന്നെ ചെന്ന് നോക്ക്. അതെന്താ നീ വരാത്തത്? ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ വലിയ സൂപ്പർ മാർക്കറ്റല്ലേ, അവൾ പുറത്തു വന്നാൽ നോക്കണ്ടേ, അതുകൊണ്ടാ. ആകാശ്, നീ പറഞ്ഞത് ശരിയാണ്. എന്നാൽ നീ ഇവിടെ നിൽക്കൂ, ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം. എടാ കിച്ചു, ഇനിയൊരവസരം കിട്ടിയെന്ന് വരില്ല. എല്ലാം ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. ശരിയടാ, എന്നാൽ ഞാൻ പോയി വരാം കേട്ടോ. മനുഷ്യന്റെ സമാധാനം പോയല്ലോ. ഇതെന്താ, കിച്ചുവും വരുന്ന കാണുന്നില്ല, സ്നേഹയും വരുന്ന കാണുന്നില്ല. ഇനിയിപ്പോൾ അമ്മ പറഞ്ഞതുപോലെ വല്ലതും സംഭവിക്കുമോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അവനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? കിച്ചുവല്ലേ ആള്, വെറുതെ ദേഷ്യപ്പെടും. വേണ്ട, വിളിക്കണ്ട.
അവളെ എവിടെയൊന്നും കാണുന്നില്ലല്ലോ. അല്ല, ഇനിയിപ്പോൾ ആകാശിന് തോന്നിയതായിരിക്കുമോ? മുമ്പോട്ടൊന്ന് ചെന്ന് നോക്കാം. അവളില്ലേ അത്?